بسم الله الرحمن الرحيم. الحمد لله رب العالمين، نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله. اللهم صل على نبينا محمد وعلى آله وأصحابه أجمعين. اللهم اغفر لنا ذنبنا كله دقه وجله وأوله وآخره وعلانيته وسره. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما، وأصلح لنا شأننا كله ولا تكلنا إلى أنفسنا طرفة عين. ثم أما بعد. സഹോദരങ്ങളെ, ഷെയ്ഖ് അൽ-ഇമാം അബ്ദുറഹ്മാൻ ബിൻ നാസർ സഅദി റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ മൻഹജുൽ ഹഖ് എന്ന വളരെ മനോഹരമായ ഇസ്ലാമിലെ വിശ്വാസവും തൗഹീദും അതുപോലെ അള്ളാഹുവിനെ ദിക്ർ ചെയ്യേണ്ടതിൻ്റെ പ്രാധാന്യവും സ്വഭാവ മര്യാദകളും ഒക്കെ വളരെ സംക്ഷിപ്തമായി വിവരിച്ചിട്ടുള്ള മനോഹരമായൊരു ചെറിയ കവിതയുടെ വിശദീകരണമാണ് ഇന്ന് ബിസ്മില്ലാ നമ്മൾ ആരംഭിക്കുന്നത്. ഇത് വളരെ ചെറുതല്ല, എന്നാൽ വളരെ ദീർഘവുമല്ലാത്തൊരു കവിതയാണ്. നിങ്ങളുടെ കൈകളിൽ അത് കിട്ടിയിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് കയ്യിലുള്ളവർ മൊബൈലിലോ അല്ലെങ്കിൽ കയ്യിലോ കോപ്പിയായുള്ളവർ നമ്മൾ അതിലേക്ക് കടന്നാൽ അതിലേക്ക് നോക്കി ശ്രദ്ധിച്ചാൽ അത് വളരെ നന്നാവും. ഈ കിതാബിലേക്ക് കടക്കുന്നതിന് മുൻപ് ഇത് എഴുതിയ മഹാനായ പണ്ഡിതൻ അൽ-ഇമാം സഅദി റഹിമഹുല്ലാ അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ചരിത്രം ചുരുങ്ങിയ നിലക്ക് പറയാൻ നമ്മൾ ആഗ്രഹിക്കുകയാണ്. പൊതുവെ ഒരു കിതാബ് അല്ലെങ്കിൽ ഒരു രചന അത് പഠിക്കുമ്പോൾ അതെഴുതിയ ആളെക്കുറിച്ച് മനസ്സിലാക്കുക, അദ്ദേഹത്തിന് വേണ്ടി ദുആ ചെയ്യുക എന്നത് ഒരു അദബാണ്, ഒരു മര്യാദയാണ്. ഇമാം അബ്ദുറഹ്മാൻ ബിൻ നാസർ സഅദി റഹിമഹുല്ലാ അദ്ദേഹവും അദ്ദേഹത്തെ പോലെയുള്ള മഹാന്മാരായ പണ്ഡിതന്മാരും അവരുടെ ചരിത്രവും നമുക്ക് നൽകുന്ന പാഠങ്ങൾ നിസ്സാരമല്ല. നല്ല ആളുകളുടെ ചരിത്രവും അവരുടെ കഥയും പഠിക്കുക എന്നത് നമ്മുടെ ജീവിതത്തിൽ തന്നെ വലിയ മാറ്റങ്ങൾ അതുകൊണ്ട് ഉണ്ടാകും. പ്രത്യേകിച്ച് ആധുനിക കാലത്ത്, പഴയ കാലത്ത് സഹാബത്തിൻ്റെയും താബിഈങ്ങളുടെയും തബഉ ഒക്കെ കാലത്ത് ജീവിച്ചവരുടെ കാര്യമാണെങ്കിൽ ചിലപ്പോഴെങ്കിലും ആളുകൾക്ക് പറയാം അത് ഏതോ കാലത്ത് പണ്ട് അങ്ങനെയുള്ള കാലത്ത് ജീവിച്ച ആളുകളാണ്. എന്നാൽ അങ്ങനെയല്ലാതെ അധികം നമ്മിൽ നിന്ന് കാലം കൊണ്ട് വിദൂരമല്ലാത്ത, എന്നാൽ അള്ളാഹുവിനു വേണ്ടി തങ്ങളുടെ ജീവിതം മാറ്റിവെച്ച ആളുകളുടെ ചരിത്രം അത് നമുക്ക് കൂടുതൽ ഫലപ്പെടും. കാരണം അവരിൽ പലർക്കും നമുക്ക് ഉണ്ടാകുന്ന പരീക്ഷണങ്ങൾ പലതും അനുഭവിക്കേണ്ടി വന്നവരാണ് അവരിൽ പലരും. എന്നിട്ടും ഈ ദീനിൽ ഉറച്ചു നിൽക്കുകയും അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി പരിശ്രമിക്കുകയും ദീൻ പഠിക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്തു എന്നത് നമ്മെ പ്രോത്സാഹിപ്പിക്കേണ്ട കാര്യമാണ്. അബ്ദുറഹ്മാൻ ബിൻ നാസർ സഅദി റഹിമഹുല്ലാ അദ്ദേഹം സൗദി അറേബ്യയിലെ ഖസീം പ്രവിശ്യയിലെ ഉനൈസ എന്നു പേരുള്ള സ്ഥലത്തായിരുന്നു അദ്ദേഹം ജനിച്ചതും അദ്ദേഹം ജീവിച്ചതുമെല്ലാം. ഉനൈസ അത് അന്നും ഈ കാലത്ത് പോലും അത്രയൊന്നും ജനനിബിഡമല്ലാത്ത അല്ലെങ്കിൽ ആളുകൾ അധികം ചെല്ലാത്ത ഒരു സ്ഥലമാണ്. പണ്ടും അങ്ങനെയാണ്, ഇന്നും അങ്ങനെ തന്നെയാണ്. ഉനൈസ എന്ന ഖസീമിലെ ആ സ്ഥലം. പക്ഷെ നോക്കൂ, അറിവിൻ്റെ ഇസ്ലാമിക വിജ്ഞാനത്തിൻ്റെ വിളക്കുമാടങ്ങൾ അത് ഏത് ഉൾനാടുകളെയും
വിദൂര ദേശങ്ങളിൽ പോലും അറിയപ്പെടുന്ന നാടുകളാക്കി തീർക്കുന്നതാണ്. ഈ ദീനിൻ്റെ വിജ്ഞാനത്തിന് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. അല്ലാഹു റബ്ബുൽ ആലമീൻ അതിന് നൽകുന്ന ഉയർച്ച അത് മറ്റൊന്നിനും നൽകുകയില്ല. യർഫഇല്ലാഹു അല്ലദീന ആമനു മിൻകും വല്ലദീന ഊതുൽ ഇൽമ ദറജാത്ത്. അല്ലാഹു നിങ്ങളിൽ ഈമാനും അറിവും നൽകപ്പെട്ടവരെ പല പദവികൾ ഉയർത്തുന്നതാണ് എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുകയുണ്ടായി. പണ്ഡിതന്മാർ പറയുന്ന ഒരു കഥയുണ്ട്. സൗദി അറേബ്യയിൽ ഒരു സ്ഥലത്ത് ഒരു കുട്ടി, ആ കുട്ടിക്ക് അറിവ് പഠിക്കണം, ദീനി വിജ്ഞാനം നേടണം എന്ന ആഗ്രഹം തോന്നി. അങ്ങനെ ആ കുട്ടി പഠിക്കണം എന്നിങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കവേ, എവിടെ പോകും, എന്ത് ചെയ്യും, എന്ത് പഠിക്കും എന്നിങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കവേ ആ വീട്ടിൽ വീട് വൃത്തിയാക്കാൻ വരുന്ന, വീട് അടിച്ചു വരുന്നൊരു സ്ത്രീ ഉണ്ടായിരുന്നു. ഒരു പാവപ്പെട്ട സാധാരണക്കാരിയായ സ്ത്രീ. അവർ ഈ ചർച്ച കേട്ടപ്പോൾ ഈ കുട്ടിയോടും രക്ഷിതാക്കളോടും പറഞ്ഞു, ഇൽമ് പഠിക്കാനാണെങ്കിൽ, അറിവ് പഠിക്കാനാണെങ്കിൽ ആളുകൾ പോകാറുള്ളത് 2 സ്ഥലത്തേക്കാണ്. ഒന്ന് റിയാദിൽ, അവിടെ ഇബ്നു ബാസ് ഉണ്ട്. രണ്ടാമത്തേത് ഉനൈസയിൽ, അവിടെ ഇബ്നു ഉസൈമീനുമുണ്ട്. ഒരു സാധാരണക്കാരിയായ ഒരു സ്ത്രീ, വീട് വൃത്തിയാക്കുന്ന ഒരു സ്ത്രീ അവർക്ക് പറഞ്ഞു കൊടുക്കുക. ഇങ്ങനെയാണ് ഇൽമ്, ഈ ദീനിൻ്റെ വിജ്ഞാനം എന്ന് പറയുന്നത്. ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും വിജ്ഞാനം, അത് സുബ്ഹാനല്ലാഹ്, അതിൻ്റെ ഉയർച്ചയും അതിൻ്റെ സ്ഥാനവും അതിൻ്റെ മധുരവും അതുണ്ടാക്കുന്ന സ്വാധീനവും അത് വളരെ വളരെ വലുതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ ദീൻ പഠിക്കുന്നവരാവുക. എല്ലാവർക്കും ദീനിൽ ആഴത്തിൽ പഠിക്കാനും ജീവിതം ദീൻ പഠിക്കാൻ വേണ്ടി മാറ്റിവെക്കാനും സാധ്യമല്ല. അഥവാ അതിനുവേണ്ടി ഒഴിഞ്ഞിരിക്കുക എന്നത് എല്ലാവർക്കും സാധ്യമല്ല. അതെല്ലാവർക്കും നിർബന്ധമുള്ളതുമല്ല. പക്ഷെ എല്ലാവർക്കും നിർബന്ധമായൊരു വിജ്ഞാനമുണ്ട്. എല്ലാവരും പഠിച്ചിരിക്കൽ നിർബന്ധമായൊരു അറിവുണ്ട്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, തലബുൽ ഇൽമി ഫരീദത്തുൻ അലാ കുല്ലി മുസ്ലിമിൻ. അറിവ് പഠിക്കുക എന്നത് ഓരോ മുസ്ലിമിൻ്റെ മേലുമുള്ള നിർബന്ധ ബാധ്യതയാണ്. ഓരോ മുസ്ലിമിൻ്റെ മേലുമുള്ള ബാധ്യതയാണ്. എല്ലാവർക്കും ഫർദായ വിജ്ഞാനമുണ്ട്. എന്താണത്? നമ്മുടെ വിശ്വാസം, തൗഹീദ്. ഒരാൾക്കും അതറിഞ്ഞുകൂടാ എന്ന് പറയാൻ നിർവാഹമില്ല. അള്ളാഹുവിൻ്റെ മുന്നിൽ അങ്ങനെ ഒരു ഒഴിവ് കഴിവില്ല. അതുപോലെ എല്ലാവർക്കും നിർബന്ധമായ വിജ്ഞാനങ്ങളുണ്ട്. നമ്മുടെ ശുദ്ധീകരണം, വലിയ അശുദ്ധിയിൽ ചെറിയ അശുദ്ധിയിൽ നിന്നൊക്കെ എങ്ങനെയാണ് ശുദ്ധിയാകേണ്ടത്, നിഷ്കരിക്കേണ്ടത് എങ്ങനെയാണ്. അതുപോലെ സക്കാത്ത് കൊടുക്കൽ ബാധ്യതയായ ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ രൂപത്തിൽ സാമ്പത്തിക സ്ഥിതി എത്തിയാൽ സക്കാത്തിനെ കുറിച്ച് അവൻ പഠിച്ചിരിക്കണം. ഹജ്ജ് ചെയ്യൽ നിർബന്ധമായാൽ അവൻ ഹജ്ജിനെ കുറിച്ച് പഠിച്ചിരിക്കണം. ഇങ്ങനെ ഓരോരുത്തർക്കും നിർബന്ധമായ വിജ്ഞാനങ്ങളുണ്ട്. ഫർദ് ഐനാണ് അത് പഠിച്ചെടുക്കൽ എന്നത്. അതേസമയം രണ്ടാമത്തേത് ഫർദ് കിഫായയാണ്. അഥവാ ദീനിൻ്റെ ആഴത്തിലുള്ള വിജ്ഞാനങ്ങൾ, ദീനിൻ്റെ ശരീഅത്തിനെ കുറിച്ചുള്ള വിശദാംശങ്ങൾ, അനന്തര സ്വത്ത് എന്നിങ്ങനെ വീതം വെക്കണം. അതുപോലെ തലാഖും നിക്കാഹുമായി ഒക്കെ ബന്ധപ്പെട്ട സൂക്ഷ്മമായ ചർച്ചകൾ, ഇതുപോലുള്ള വിജ്ഞാനം പഠിച്ചെടുക്കുക ഫർദ് കിഫായാണ്. എന്ന് പറഞ്ഞാൽ ഒരു സമൂഹത്തിൽ ആരെങ്കിലുമൊക്കെ അത് പഠിക്കാൻ സമയം മാറ്റിവെച്ചാൽ ബാക്കിയുള്ളവരെ സംബന്ധിച്ചിടത്തോളം പിന്നെ അത് മുസ്തഹബാണ്, അവർക്കത് നിർബന്ധമല്ല. ആരും പഠിക്കാതിരുന്നാൽ എല്ലാവരും കുറ്റക്കാരാകും. ഇതാണ് ഫർദ് കിഫായ എന്ന് പറയുന്ന വിജ്ഞാനം. അത് ദീനിൻ്റെ ആഴമേറിയ വിജ്ഞാനമാണ്. പക്ഷേ സഹോദരങ്ങളെ, അതുകൊണ്ട് നമ്മൾ ഒരിക്കലും ഈ ദീൻ പഠിക്കുക എന്നത് ഒരു ശ്രേഷ്ഠത കുറഞ്ഞ കാര്യമായി മനസ്സിലാക്കരുത്. മറിച്ച് അത് ഞാൻ പറഞ്ഞു, ബാക്കിയുള്ളവരെ സംബന്ധിച്ചിടത്തോളം അത് പുണ്യകരമാണ്. പല പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ളത് രാത്രി നിസ്കാരത്തെക്കാൾ വരെ വലിയ പുണ്യകർമ്മമാണ് എന്നാണ്. സുബ്ഹാനല്ലാഹ്, രാത്രി നിസ്കാരം എത്ര ശ്രേഷ്ഠമായ അമലാണ്. രാത്രി നിസ്കാരം, ഒരാൾ നിസ്കരിക്കുന്ന നിസ്കാരങ്ങളിൽ ഫർദ് കഴിഞ്ഞാൽ വളരെ ശ്രേഷ്ഠമായതാണ്. അതിനേക്കാൾ ശ്രേഷ്ഠതയുണ്ട് എന്ന് പണ്ഡിതന്മാരിൽ പലരും അതേക്കുറിച്ച് വന്നിട്ടുള്ള ഇൽമിൻ്റെ പ്രത്യേകതകൾ വന്നിട്ടുള്ള ഹദീസുകളുടെ വെളിച്ചത്തിൽ, ഖുർആനിലെ ആയത്തുകളുടെ വെളിച്ചത്തിൽ പറഞ്ഞത് കാണാം. അതുകൊണ്ട് പഠിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ പകലിലും ഫജ്റിന് ശേഷം ചൊല്ലാറുണ്ടായിരുന്ന ദുആ എന്താണ്? അല്ലാഹുമ്മ ഇന്നി അസ്അലുക
ഇൽമൻ നാഫിഅൻ വഅമലൻ മുതഖബ്ബലൻ വറിസ്ഖൻ തയ്യിബൻ. അല്ലാഹുവേ, ഉപകാരപ്രദമായ വിജ്ഞാനം ഞാൻ നിന്നോട് ചോദിക്കുന്നു, സ്വീകരിക്കപ്പെടുന്ന പ്രവർത്തനം, അതുപോലെ നല്ല റിസ്ക്, ഉപജീവനം, അത് നിന്നോട് ചോദിക്കുന്നു. യഥാർത്ഥത്തിൽ നോക്കൂ, ഓരോ ദിവസവുമാണ് ഇത് ചോദിക്കുന്നത്. ഓരോ ദിവസവും നമ്മളതിന് ആവശ്യക്കാരാണ്. മാത്രമല്ല അമൽ, അത് നല്ല അമൽ ഏതാണ്, റിസ്ക്, നല്ല ഉപജീവനം ഏതാണ്, അതൊക്കെ അറിയാൻ യഥാർത്ഥത്തിൽ അറിവുണ്ടായിരിക്കണം. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ജീവിതത്തിൽ പഠിക്കാൻ നമ്മൾ വളരെ വളരെ എല്ലാ ദിവസവും ശ്രദ്ധിക്കുക. നമ്മുടെ കൈകളിലുള്ള ഈ ഉപകരണം, ഈ മൊബൈൽ ഫോണും സോഷ്യൽ മീഡിയയും, സുബ്ഹാനല്ലാഹ്, അറിവുള്ള ദീൻ പഠിച്ചിട്ടുള്ള ആളുകളെ വരെ ഗഫ്ലത്തിലാക്കി കളഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. ഇതിൻ്റെ അടിമകളായി പോയിരിക്കുന്നു നമ്മിൽ പലരും. ദീനൊക്കെ പഠിച്ച ആളുകളെപ്പോലും സുബ്ഹാനല്ലാഹ് ഇത് സ്വാധീനിക്കുന്നു, മോശമായി സ്വാധീനിക്കുന്നു. അള്ളാഹു നമുക്ക് പുറത്തു നൽകുമാറാകട്ടെ. അതുകൊണ്ട് ഇക്കാലത്ത് വളരെ ശ്രദ്ധിക്കുക. നമ്മുടെ ആയുസ് വളരെ ചുരുങ്ങിയതാണ്, വളരെ പെട്ടെന്ന് അത് നീങ്ങിപ്പോകും. ഖൈറായത് പഠിച്ചെടുക്കാൻ നമ്മൾ സമയം കാണുക. ഖുർആനിൽ ആയത്തുകൾ പഠിക്കാൻ, ഹിഫ്ളാക്കാൻ, അത് സംബന്ധമായ ദർസുകളും പാഠങ്ങളുമൊക്കെ കേൾക്കാൻ, ഹദീസുകൾ പഠിക്കാൻ, ദിക്റുകൾ പഠിക്കാൻ, അതുപോലെ നമുക്ക് നിർബന്ധമായ കാര്യങ്ങൾ ആദ്യം പഠിക്കാൻ. നിസ്കാരത്തിൽ ചൊല്ലേണ്ട ദിക്റുകൾ എന്തൊക്കെയാണ്, അതിൻ്റെ ഫർദുകൾ എന്തൊക്കെയാണ്, ഷർത്തുകൾ എന്തൊക്കെയാണ്, നിസ്കാരം ബാത്തിലാകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇതൊക്കെ കൃത്യമായി പഠിച്ചെടുക്കാൻ വളരെ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് നമുക്ക് യാതൊരു പ്രയോജനം ചെയ്യാത്ത ചർച്ചകൾ സമൂഹത്തിലും അതുപോലെ സമൂഹ മാധ്യമങ്ങളിലും വ്യാപകമാകുന്ന കാലത്ത് നമുക്കതിലൊരു റോളുമില്ല, നമുക്കൊന്നും ചെയ്യാനില്ല. എന്തായാലും സംഭവിക്കും, എന്തായാലും ഏതെങ്കിലും ഒരാൾ വന്ന് മുഖ്യമന്ത്രിയാവും, യാതൊരു സംശയമില്ല. പക്ഷേ ഇതിൽ നമ്മൾ തല കൊടുത്താൽ, പ്രിയ സഹോദരങ്ങളെ, യാതൊരു പ്രയോജനം അതുകൊണ്ട് നമുക്കിട്ട് കിട്ടാനുമില്ല. നമ്മളോടൊന്ന് എന്തെങ്കിലും പറഞ്ഞതുകൊണ്ടൊന്നും മാറാനുമില്ല. വളരെ ശ്രദ്ധിക്കണം. നമ്മുടെ സമയം പോയി പോകുന്നത് വളരെ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ആളുകൾ ഗഫ്ലത്തിലായാൽ, ആളുകൾ അശ്രദ്ധയിലായാൽ, ആ സമയത്ത് ഇബാദത്തുകളിൽ മുഴുകുന്നവന് വലിയ ശ്രേഷ്ഠതയുണ്ട് എന്നാണ്. ദുഹാ നിസ്കാരത്തിൻ്റെ ശ്രേഷ്ഠത നിങ്ങൾ കേട്ടിട്ടില്ലേ? വലിയ പ്രത്യേകതയുണ്ടത്. എന്താണ് ദുഹാ നിസ്കാരത്തിൻ്റെ പ്രത്യേകത? ആളുകൾ പൊതുവെ അവരുടെ ജോലിയിലും തിരക്കിലൊക്കെ ആകുന്ന സമയമാണത്. സൂര്യൻ ഉദിച്ചുയർന്ന് ഒരു കുന്തത്തിൻ്റെ അത്ര ആയത് മുതൽ ദുഹർ ബാങ്ക് വരെ, സൂര്യൻ നേരെ മധ്യത്തിലാകുന്നത് വരെ, അത് കഴിഞ്ഞ് പടിഞ്ഞാറോട്ടേക്ക് തെറ്റിയാണ് ദുഹറിൻ്റെ ബാങ്ക് വിളിക്കുക. ഈ നേരെ തലക്ക് മുകളിലാകുന്നത് വരെയുള്ള സമയം, ഇതാണ് ദുഹാ സമയം എന്ന് പറയുക. അതിൽ തന്നെ വെയിൽ കനത്താൽ, മണലുകൾ പൊള്ളുന്ന സമയമെത്തിയാൽ അത് നിസ്കരിച്ചാൽ അത് ഔവാബിങ്ങളുടെ നിസ്കാരമാണെന്ന് ഹദീസുകളിൽ കാണാം. അള്ളാഹുലേക്ക് ധാരാളമായി തൗബ ചെയ്യുന്നവരുടെ നിസ്കാരമാണ് ആ സമയത്ത് ദുഹാ നിസ്കരിച്ചാൽ. ഫജ്ർ കഴിഞ്ഞ് അവിടെ കാത്തിരുന്ന് സൂര്യൻ ഉദിച്ചുയർന്നതിന് ശേഷം ദുഹാ നിസ്കരിക്കാം. വളരെ ശ്രേഷ്ഠകരമായ കാര്യമാണ്, ഹദീസുകളിൽ വലിയ പ്രതിഫലം വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെയും വെയിലൊന്ന് കനത്താൽ വീണ്ടും നിസ്കരിക്കാം, നല്ല കാര്യമാണ്, എത്ര വേണമെങ്കിലും നിസ്കരിക്കാം. ആളുകൾ അശ്രദ്ധയിലാകുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ ആ സമയത്ത് ഇബാദത്തിന് കൂടുതൽ പ്രത്യേകതയുണ്ട്. നന്നായി ശ്രദ്ധിക്കുക. അതുകൊണ്ട് ആളുകൾ അശ്രദ്ധയായാൽ നമ്മൾ പരലോകത്ത് ഉപകാരപ്പെടുന്ന കാര്യത്തിൽ മുഴുകുക, അവരിൽ നിന്ന് മാറുക. അക്കാര്യത്തിൽ എന്നത് അള്ളാഹുവിൽ കൂടുതൽ പരിഗണനീയമായ കാര്യമാണ്. ജനങ്ങളെല്ലാം ഒരു കാര്യത്തിൻ്റെ പിന്നാലെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്, പരലോകത്ത് അവർക്ക് പ്രയോജനമില്ലാത്ത കാര്യം. അപ്പോൾ നീ പരലോകത്ത് നിനക്ക് പ്രയോജനപ്പെടുന്ന ഒരു കാര്യത്തിലേക്ക് നീങ്ങിയാൽ അള്ളാഹുവിൽ അതിന് പ്രത്യേക പരിഗണനയുണ്ട്. ശ്രദ്ധിക്കുക, സൂക്ഷിക്കുക. ഇൽമിൻ്റെ മഹത്വം അറിയുക. അറിവില്ലായ്മയാണ് പ്രിയ സഹോദരങ്ങളെ നമ്മെ പല കുഴപ്പങ്ങളിലും ചെന്ന് ചാടിക്കുന്നത്. വിവരമില്ലായെങ്കിൽ നമ്മൾ പല കുഴപ്പങ്ങളിലും ചാടിപ്പോവും. പ്രത്യേകിച്ച് ഓരോ ഫിത്നകൾ, ഓരോ ദീനിലെ കുഴപ്പങ്ങൾ ദിനേന ഒന്നോളം ഉണ്ടായിക്കൊണ്ടിരിക്കും. ഒരുത്തൻ എന്തെങ്കിലും ഒരു പുതിയ വാദവുമായി, ഇതുവരെ ഇല്ലാത്ത ഒരു വാദവുമായി വന്നാൽ നമ്മൾ അതിൻ്റെ പിന്നാലെ പോയി പോകും. വേറൊരുത്തൻ വന്നാൽ അതിൻ്റെ പിന്നാലെ പോയി പോകും. നമ്മൾ പഠിച്ചില്ല എങ്കിൽ ആളുകൾ നമ്മെ ഒട്ടം കറക്കുന്ന, ജനങ്ങളുടെ പിന്നാലെ ഏറാൻ മൂളികളായി പോകുന്ന ആളുകളായി നമ്മളായി പോകും. അങ്ങനെ ആവുകയില്ല നമ്മൾ പഠിച്ചാൽ. ഖുൽ ഹൽ യസ്തവി അല്ലദീന യഅലമൂൻ വല്ലദീന ലാ യഅലമൂൻ ഇന്നമാ യതദക്കറു ഉലുൽ അൽബാബ്. അല്ലാഹു പറഞ്ഞതുപോലെ നീ ചോദിക്കുക, ഖുൽ ഹൽ യസ്തവി അല്ലദീന യഅലമൂൻ വല്ലദീന ലാ യഅലമൂൻ. അറിവുള്ളവരും അറിവില്ലാത്തവരും ഒരുപോലെയാണോ? ദുനിയാവിൻ്റെ വിഷയങ്ങളിൽ പോലും നമുക്കറിയാം, അല്ല, ഒരുപോലെയല്ല. ദീനിൻ്റെ വിഷയത്തിൽ എന്തായിരിക്കും? ദുനിയാവ് പ്രിയമുള്ളവരെ എല്ലാവർക്കും അതിൻ്റെ ന്യായങ്ങളൊക്കെ അറിയാം. രാഷ്ട്രീയത്തിലെ ന്യായങ്ങൾ ആർക്കാണ് അറിയാത്തത്? എല്ലാവർക്കും അറിയാം. ഏത് വഴിയെ പോകുന്നവരും മുസ്ലിമും കാഫറൊക്കെ അതിൻ്റെ ന്യായങ്ങൾ അറിയാം. അവനത് പറയുന്നു. നീ അതിൻ്റെ പിന്നാലെ പോയിട്ട് യാതൊരു കാര്യവുമില്ല. മറിച്ച്
ഈ ദീൻ പഠിക്കാൻ നോക്കൂ, അത് അറിയുന്ന ആളുകൾ വളരെ കുറച്ചാണ്. അൽഹംദുലില്ലാഹ്, അള്ളാഹു നമ്മെ മുസ്ലിമീങ്ങളായി തിരഞ്ഞെടുത്തു. അള്ളാഹു അവനെ മാത്രം ഇബാദത്ത് ചെയ്യുന്നവരാക്കി. അവൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുന്ന, നബി പഠിപ്പിക്കാത്ത ബിദ്അത്തുകൾക്ക് പോകാത്തവരാക്കിയെങ്കിൽ അതിനുള്ള ശുക്രാണ് ഈ ഹുദ, ഈ സന്മാർഗം വർദ്ധിപ്പിക്കുക എന്നത്. ഞാൻ പറഞ്ഞു വന്നത് ഉനൈസ എന്ന ചെറുഗ്രാമത്തിൽ ജനിച്ച അബ്ദുറഹ്മാൻ ബിൻ നാസിർ സഅദി റഹിമഹുല്ലാ അദ്ദേഹത്തെക്കുറിച്ചാണ്. അദ്ദേഹം ഹിജറ 1307 ജനിച്ചത്. ഹിജറ 1307, കഴിഞ്ഞ നൂറ്റാണ്ടാണ്. ഇത് 1400-കളാണ്. 1307, 1300-കളുടെ തുടക്കത്തിൽ ആണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹം മുഹറം മാസത്തിൽ 12-ാം തീയതി ജനിച്ചു. അദ്ദേഹം ചെറിയ പ്രായത്തിൽ തന്നെ യതീമായ ഒരു മഹാപണ്ഡിതനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഉമ്മ ഷെയ്ഖിന് 4 വയസ്സ് പ്രായമുള്ളപ്പോൾ തന്നെ മരണപ്പെട്ടു പോയി. അദ്ദേഹത്തിൻ്റെ പിതാവ് അദ്ദേഹത്തിന് 7 വയസ്സുള്ളപ്പോൾ മരണപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ ഉപ്പ ആ നാട്ടിലെ മസ്ജിദുകളിൽ ഇമാമത്ത് നിന്നിരുന്ന ആളായിരുന്നു. അങ്ങനെ ഉപ്പയും ഉമ്മയും ഈ ചെറിയ പ്രായത്തിൽ മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉപ്പയുടെ മറ്റൊരു ഭാര്യ, അവരാണ് അബ്ദുറഹ്മാൻ നാസിർ സഅദി റഹിമഹുല്ലാ അദ്ദേഹത്തെ വളർത്തി കൊണ്ടുവന്നത്. അവർ തൻ്റെ സ്വന്തം മക്കളെക്കാൾ ഇദ്ദേഹത്തെ സ്നേഹിക്കുകയും പരിലാളിക്കുകയും ചെയ്തിരുന്ന ഒരു ഉമ്മയായിരുന്നു. സ്വന്തം മക്കളെക്കാൾ, ഭർത്താവിൻ്റെ മറ്റൊരു ഭാര്യയിലെ മകനാണ്, പക്ഷേ സ്വന്തം മക്കളെക്കാൾ ഇദ്ദേഹത്തെ ആ ഉമ്മ പരിഗണിക്കുകയും വളർത്തുകയും നന്നായി നോക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ നിങ്ങൾ നോക്കൂ, യതീമായിട്ടാണ് വളർന്നത്. നമ്മുടെ മക്കൾ, അവർ പലരും അൽഹംദുലില്ലാഹ് മാതാപിതാക്കളുള്ളവരാണ്, എല്ലാം ചോദിക്കുന്നതൊക്കെ കിട്ടുന്ന അവസ്ഥയിൽ വളരുന്നവരാണ്. പക്ഷെ അവരുടെ ദീനിൻ്റെ സ്ഥിതി എന്താണ് എന്ന് നമ്മൾ പരിശോധിക്കണം. എവിടെയാണ് യതീമിനെ പരിപാലിക്കുക എന്നത് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലം വലിയ ശ്രേഷ്ഠത പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അന വകാഫിലുൽ യതീമി ഫിൽ ജന്നതി ഹകദ, ഞാനും യതീമിനെ സംരക്ഷിക്കുന്നവനും സ്വർഗത്തിൽ ഇതാ ഇങ്ങനെയാണെന്ന് പറഞ്ഞ് നബി 2 അടുത്തടുത്ത വിരലുകൾ ചേർത്ത് പിടിച്ച് കാണിച്ചിട്ടുണ്ട്. യതീമിനെ നോക്കുക എന്ന് പറയും പലരുടെയും മനസ്സിൽ എന്തേ വരുള്ളൂ? യതീമിൻ്റെ ഭക്ഷണം, വസ്ത്രം, താമസം, വീട്ടിലെ കറണ്ട് ബില്ല്, ഇതൊക്കെ മാത്രമേ ആളുകളുടെ മനസ്സിൽ വരികയുള്ളൂ. ശരിയാണ്, അത് യതീമിൻ്റെ കഫാലത്തിൻ്റെ ഭാഗമാണ്. പക്ഷേ അതിൽ മുന്തിയ പ്രാധാന്യമുള്ള കാര്യമാണ് ആ കുട്ടിയുടെ തർബിയത്ത്, ആ കുട്ടിയെ ദീനനുസരിച്ച് വളർത്തിക്കൊണ്ടുവരിക എന്നത്. മുൻഗാമികൾ പറഞ്ഞത് കാണാം, കുൻ ലിൽ യതീമി കൽ അബിർ റഹീം, കുൻ ലിൽ യതീമി കൽ അബിർ റഹീം. നീ യതീമിനോട് എങ്ങനെയാവുക? റഹ്മത്തുള്ള, മക്കളോട് കാരുണ്യമുള്ള ഒരു പിതാവിനെ പോലെ ആവുക. മക്കളോട് കരുണയുള്ള ഒരു പിതാവിൻ്റെ സ്വഭാവം എന്താ? വേണ്ടുന്നൊക്കെ കൊണ്ടുപോയി കൊടുക്കുക. എന്നിട്ട് കുട്ടി അതിൻ്റെ സ്വഭാവത്തിൽ, അതിൻ്റെ പെരുമാറ്റത്തിൽ എന്ത് തോന്നിവാസം കാണിച്ചാലും മിണ്ടാതിരിക്കുക. അതാണോ റഹീമായ ഒരു പിതാവിൻ്റെ സ്വഭാവം? ഒരിക്കലുമല്ല. അയാൾ ആ കുട്ടിയെ മോശമാക്കുന്ന ആളാണ് അങ്ങനെ ആണ് എങ്കിൽ. മറിച്ച് കുട്ടിയെ തിരുത്തുന്ന, അതിന് ശിക്ഷണം നൽകേണ്ടപ്പോൾ ശിക്ഷണം നൽകുന്ന, ശാസിക്കേണ്ടപ്പോൾ ശാസിക്കേണ്ട, അടിച്ചു ശരിയാക്കേണ്ടപ്പോൾ അങ്ങനെ ശരിയാക്കുന്ന ആളാണ് റഹീമായ പിതാവ്. എന്നാൽ അതിനെ ലാളിക്കുന്നതോടൊപ്പം, അതിൻ്റെ നെറ്റിയിൽ ചുംബിക്കുന്നതോടൊപ്പം ഇതുപോലെ നീ യതീമിനോട് ആയിത്തീരുക എന്നാണ്. നോക്കൂ, ഇമാം സഅദി റഹിമഹുല്ലാ അദ്ദേഹത്തെ നന്നായി ആ കുടുംബം നോക്കുകയുണ്ടായി. അദ്ദേഹം യുവാവായപ്പോൾ അദ്ദേഹത്തിൻ്റെ മൂത്ത സഹോദരൻ ഹമദ് എന്നു പേരുള്ള സഹോദരൻ്റെ വീട്ടിലേക്ക് അദ്ദേഹം താമസം മാറി. അദ്ദേഹത്തിന് ഒന്ന് പ്രായം കുറച്ചങ്ങ് കടന്നപ്പോൾ ഈ മൂത്ത സഹോദരനും അദ്ദേഹത്തെ വളരെ നന്നായി വളർത്തിക്കൊണ്ടുവരികയും തർബിയത്ത് ചെയ്യുകയും ഉണ്ടായി. അദ്ദേഹം ഒരു സാലിഹായ മനുഷ്യനായിരുന്നു. ഖുർആൻ മനഃപ്പാഠമാക്കിയ, അതുപോലെ പിന്നീട് ഒരുപാട് ആയുസ് വരെ ജീവിച്ച, 96 വയസ്സ് വരെ അദ്ദേഹം ജീവിച്ചിരുന്നു എന്നാണ്. ചുരുക്കി പറഞ്ഞാൽ ഇമാം സഅദി റഹിമഹുല്ലാ യതീമായിട്ടാണ് വളർന്നത്. പക്ഷേ ഈ നല്ല അന്തരീക്ഷത്തിൽ, വൈജ്ഞാനിക അന്തരീക്ഷത്തിലാണ് അദ്ദേഹം വളർന്നത്. അദ്ദേഹത്തിൻ്റെ പിതാവ് നേരത്തെ മസ്ജിദുകളിൽ ഇമാമത്ത് നിന്നിരുന്ന ആളായിരുന്നു, ഒരു പണ്ഡിതനായിരുന്നു. അദ്ദേഹത്തിൻ്റെ മൂത്ത സഹോദരൻ ഖുർആൻ ഹെഫ്ളാക്കിയ, ഇൽമുമായി ദീനുമായി ബന്ധമുള്ള ആളായിരുന്നു. ഇങ്ങനെ എല്ലാം കൊണ്ട് നന്മ നിറഞ്ഞൊരു അന്തരീക്ഷത്തിൽ അൽഹംദുലില്ലാഹ് അദ്ദേഹത്തിന് വളരാൻ സാധിച്ചു.
അങ്ങനെയുള്ള അന്തരീക്ഷം നിനക്ക് കിട്ടിയോ, അൽഹംദുലില്ലാഹ്, അള്ളാഹുവിനെ സ്തുതിക്കുക. നിന്നെ ദീനിൽ സഹായിക്കുന്നവർ ചുറ്റുമുണ്ടോ, അൽഹംദുലില്ലാഹ്, അള്ളാഹുവിൻ്റെ വലിയ നിഅമത്താണ്. എനിക്ക് പ്രായമുള്ള പലരോടും പറയാനുള്ളത്, നിങ്ങളുടെ മക്കൾ, ചെറുപ്പക്കാർ, ചെറിയ കുട്ടികൾ താടി ഇങ്ങനെ വളർന്നു തുടങ്ങുമ്പോൾ താടിയൊക്കെ വളർത്തി നല്ല വൃത്തിയിൽ നടക്കുന്നത് കണ്ടാൽ, പ്രിയമുള്ളവരെ, പ്രായമുള്ളവരെ, അവരെ പ്രോത്സാഹിപ്പിക്കുക, അവരെ നിരുത്സാഹപ്പെടുത്തരുത്. ഇനി നിങ്ങൾക്ക് അവരെ പ്രോത്സാഹിപ്പിക്കാൻ സാധിച്ചില്ല, സഹായിക്കാൻ സാധിച്ചില്ലെങ്കിലും ആ മക്കളെ നിങ്ങൾ പരിഹസിക്കരുത്, അവരെ നിങ്ങൾ ഉപദ്രവിക്കരുത്. മറിച്ച് അവരെ സഹായിക്കുക, അവരെ ദീനിൽ സഹായിക്കുക. നമ്മുടെ ചെറുപ്പക്കാരെ ഷർറിൽ കൊണ്ടുപോകാൻ എത്ര കരങ്ങളാണ് അവർക്ക് ചുറ്റുമുള്ളത്. ഈ ഇരുട്ട് നിറഞ്ഞ കാലത്ത് നീ അവൻ്റെ ആ നല്ല വഴിയിൽ ഒരു മെഴുകുതീരെങ്കിലും കാണിച്ചു കൊടുത്ത് അവനെ സഹായിക്കാൻ സാധിക്കുമെങ്കിൽ അങ്ങനെ നീ സഹായിക്കുക. പല വീടുകളിൽ നമുക്ക് കാണാം, കുട്ടികൾ എന്തെങ്കിലും ഇങ്ങനെ ഒന്ന് ദീനിലേക്ക് അടുക്കുന്നത് കണ്ടാൽ, ഒന്ന് താടി വളർത്തുന്നത് കണ്ടാൽ അവരെ പരിഹസിക്കുന്ന മുതിർന്ന ആളുകളെ. ഇവരൊക്കെ തോന്നിവാസിയായി വന്ന്, കള്ളു കുടിച്ച് വന്ന്, അല്ലെങ്കിൽ മയക്കുമരുന്ന് അടിമയായി വന്ന്, ഒന്ന് പറഞ്ഞ് രണ്ടാമത്തിന് വീട്ടിൽ എന്തെങ്കിലും തല്ലിപ്പൊളിക്കുന്ന സ്വഭാവക്കാരനായിരുന്നെങ്കിൽ വീട്ടിലെ ഈ മുതിർന്ന പലരും അവനെ പേടിച്ച് ബഹുമാനിച്ചു കഴിഞ്ഞാൽ. പല വീട്ടിലും അങ്ങനെയാണ് സ്ഥിതി. എന്നാൽ സുബ്ഹാനല്ലാഹ്, അവൻ ദീനിലേക്ക് അടുക്കുന്നത് കണ്ടാൽ അവനെ കളിയാക്കാനും പുച്ഛിക്കാനും പരിഹസിക്കാനും, ആ സാധുവിൻ്റെ താടിയെ പരിഹസിക്കാനും അവൻ്റെ വസ്ത്രത്തെ പരിഹസിക്കാനും ഒക്കെ ആളുകളുണ്ടാവും. അള്ളാഹുവിൻ്റെ മുന്നിൽ നിങ്ങൾ മറുപടി പറയേണ്ടി വരും. ആ കുട്ടിയെ കൊണ്ടായിരിക്കും ചിലപ്പോൾ അള്ളാഹു നിങ്ങളെ കുടുംബത്തന്നെ സംരക്ഷിക്കുന്നത്. ആ സാധു നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നത് കൊണ്ട്, നിങ്ങളുടെ കുടുംബത്തിൽ ജീവിക്കുന്നത് കൊണ്ട്. അതുകൊണ്ട് ദീൻ ആർക്കെങ്കിലും കാണുന്നുണ്ട് എങ്കിൽ, പ്രത്യേകിച്ച് കുട്ടികൾ, അവരെ, എൻ്റെ ശബ്ദം മുതിർന്ന ആരെങ്കിലും കേൾക്കുന്നുണ്ട് എങ്കിൽ, പ്രിയമുള്ളവരെ, അവർ പ്രോത്സാഹിപ്പിക്കുക, നിങ്ങളവരെ സഹായിക്കുക. അള്ളാഹു നിങ്ങളെ സഹായിക്കും. അവരെ ദീനിൽ ജീവിക്കാൻ, അവരുടെ വിവാഹം നടത്താൻ ഒക്കെ വേഗം സഹായിക്കുക. പെൺകുട്ടികളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കുന്നത് പോലെ ആൺകുട്ടികളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കുക. വിവാഹത്തിന് അവരെ സഹായിക്കുക, അതിന് സമ്പത്ത് നൽകി സഹായിക്കുക. എല്ലാവരുടെ തലയിലിട്ട് നിങ്ങൾ പോകാതിരിക്കുക. അള്ളാഹു നിങ്ങൾ സഹായിക്കും. അതുകൊണ്ട് നന്മയുടെ അന്തരീക്ഷം ചുറ്റുമുണ്ടാവുക എന്നത് നല്ല കാര്യമാണ്. ഇമാം സഅദി റഹിമഹുല്ലാഹ് അങ്ങനെയാണ് വളർന്നത്. അദ്ദേഹം ചെറിയ പ്രായത്തിൽ തന്നെ തഖ്വക്കും സലാഹിനുമെല്ലാം അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന, അള്ളാഹിനെ പേടിയുള്ള ആളായി അറിയപ്പെട്ടിരുന്ന ആളായിരുന്നു. ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ പഠിക്കാൻ അദ്ദേഹത്തിന് വലിയ താല്പര്യമായിരുന്നു. അതിന് വലിയ ഉന്മേഷവും അധ്വാനവും അദ്ദേഹത്തിൽ കണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം ചെറിയ പ്രായത്തിൽ 11 വയസ്സാകുമ്പോഴേക്കും ഖുർആൻ മനഃപ്പാഠമാക്കുകയും അത് നന്നായി അതിൽ നല്ല പ്രാവീണ്യം നേടുകയും ചെയ്തു. സുലൈമാൻ ഇബ്ൻ ജാമിർ എന്നു പേരുള്ള ആളായിരുന്നു അദ്ദേഹത്തിൻ്റെ ഖുർആൻ പഠനത്തിൽ. സുലൈമാൻ ഇബ്ൻ ജാമിർ എന്നയാളുടെ മദ്രസയിലായിരുന്നു അദ്ദേഹം പഠിച്ചിരുന്നത്. ചെറിയ പ്രായത്തിൽ തന്നെ അദ്ദേഹം എഴുതാനും വായിക്കാനും പഠിച്ചു. പിന്നീട് ഇൽമിലേക്ക് അദ്ദേഹം പരിപൂർണമായി തിരിഞ്ഞു. ദീൻ പഠിക്കാൻ അദ്ദേഹം പരിപൂർണമായി തിരിഞ്ഞു. ജീവിതം അതിനുവേണ്ടി അദ്ദേഹം മാറ്റിവെച്ചു. തൻ്റെ നാട്ടിലെ ഉനൈസയിലെ അക്കാലത്തുണ്ടായിരുന്ന പണ്ഡിതന്മാരിൽ നിന്ന് അദ്ദേഹം ആദ്യം പഠിച്ചു. പിന്നെ അതിനുശേഷം ഉനൈസയിലേക്ക് മറ്റു നാടുകളിൽ നിന്ന് പല പണ്ഡിതന്മാരും ഇടയ്ക്കിടെ വന്നിരുന്നു. അവരിൽ നിന്ന് അദ്ദേഹം അറിവ് നേടി. അദ്ദേഹം തൻ്റെ സമയം ഏതാണ്ട് മുഴുവൻ, അത്യാവശ്യങ്ങൾക്കൊഴിച്ച് ബാക്കി മുഴുവൻ സമയവും ഹിഫ്ളാക്കാൻ, മനഃപ്പാഠമാക്കാൻ, പഠിക്കാൻ, ആ പഠിച്ചത് ആവർത്തിക്കാൻ, അതോർത്തെടുക്കാൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളിലായിരുന്നു അദ്ദേഹം ചെലവഴിച്ചത്. അദ്ദേഹത്തിൻ്റെ അറിവിലെ ഈ മുന്നേറ്റം കണ്ടതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കൂടെ പഠിച്ചിരുന്നവരിൽ പലരും അദ്ദേഹത്തിൻ്റെ വിദ്യാർത്ഥികളായി മാറി. കൂട്ടുകാരാണ്, കൂടെ പഠിക്കുന്നവരാണ്. പക്ഷേ അറിവിലുള്ള ഈ അദ്ദേഹത്തിൻ്റെ ഉയർച്ച കണ്ട് അവരും അദ്ദേഹത്തിൽ നിന്ന് പഠിക്കാൻ ആരംഭിച്ചു. അദ്ദേഹം പരിശുദ്ധ ഖുർആൻ പഠിച്ചതിനോടൊപ്പം ദീനിൻ്റെ മറ്റു വിഷയങ്ങളിൽ വലിയ പ്രാവീണ്യം നേടി. ആദ്യം അദ്ദേഹം ഫിഖ് പഠിച്ചിരുന്നത്, ആ കാലത്ത് നജ്ദിലെ പണ്ഡിതന്മാരുടെ പതിവ് ഹംബലി ഫിഖ് പഠിക്കുക എന്നതായിരുന്നു. ഇന്നും സൗദി അറേബ്യ, അവിടെ ഫിഖ് ഹംബലി ഫിഖാണ്. അതാണ് അടിസ്ഥാനപരമായി ഫിഖായി പഠിപ്പിക്കപ്പെടുന്നത്. ഫിഖിൻ്റെ തരീഖത്തായി അതാണ് സ്വീകരിക്കുന്നത്. ഫിഖ്, കർമ്മശാസ്ത്രം, അങ്ങനെ ഏതെങ്കിലും ഒരു മദ്ഹബ് അനുസരിച്ചു പഠിക്കുക എന്നത് അനുവദിക്കപ്പെട്ട കാര്യമാണ്. അല്ലാതെ ഒരു നല്ല കാര്യം തന്നെയാണ്. ഒരു തർത്തീബ് നല്ല കാര്യമാണ്. നമ്മുടെ നാട്ടിൽ മദ്ഹബ് എന്ന് പറയുമ്പോൾ ആദ്യം ആളുകളുടെ മനസ്സിൽ വരിക
ഞാൻ ഷാഫിഈ ഹനഫി, അതുകൊണ്ട് എൻ്റെ ദീന് വേറെ നിൻ്റെ ദീന് വേറെ എന്ന രൂപത്തിലാണ് പലരുടെയും മനസ്സിൽ തന്നെ ഉള്ളത്. യഥാർത്ഥത്തിൽ ശരിയായ നിലക്ക് പറഞ്ഞാൽ ഈ ഫിഖ്ഹിൻ്റെ 4 അഹ്ലുസുന്നത്തിൻ്റെ മദ്ഹബുകൾ, ഷാഫിഈ, ഹംബലി, ഹനഫി, മാലിക്കി, ഈ മദ്ഹബുകൾ അത് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാകാൻ 4 മദ്രസകൾ പോലെയാണ്. നോക്കൂ നിങ്ങൾ, 4 സ്കൂളുകളിൽ കാര്യങ്ങൾ പഠിപ്പിക്കുന്നു, 4 സിലബസ് വേറെയാണ്. പഠിപ്പിക്കുന്ന കാര്യം അവിടെയും സയൻസാണ്, ഇവിടെയും സയൻസ് പഠിപ്പിക്കുന്നുണ്ട്, അവിടെയും ഭാഷ പഠിപ്പിക്കുന്നുണ്ട്, ഇവിടെയും ഭാഷ പഠിപ്പിക്കുന്നുണ്ട്. 4 കൂട്ടർ 4 സിലബസ് വെച്ചിട്ടാണ് പഠിക്കുന്നത്. ഇവിടെ പഠിച്ചിറങ്ങിയാൽ പഠിച്ച് പൂർത്തിയാക്കി ഇറങ്ങുമ്പോഴേക്ക് ആളുകൾ സയൻസ് പഠിച്ചിട്ടുണ്ടാവും, ഭാഷ പഠിച്ചിട്ടുണ്ടാവും, കണക്ക് പഠിച്ചിട്ടുണ്ടാവും, ഒക്കെ പഠിച്ചിട്ടുണ്ടാവും. എന്താ ഇപ്പോൾ അവരുടേത്? അവൻ്റെ സയൻസ് വേറെ, ഇവൻ്റെ സയൻസ് വേറെ, അവൻ പഠിച്ച കണക്ക് വേറെ, ഇവൻ പഠിച്ച കണക്ക് വേറെ, ഇവൻ 2 കൂട്ടിയാൽ 4, അവൻ 2 കൂട്ടിയാൽ 5, ഇങ്ങനെയാണോ? അല്ല, മറിച്ച് അത് പഠിക്കാനുള്ള 4 വഴികൾ മാത്രമാണ്. ഇതുപോലെയാണ് യഥാർത്ഥത്തിൽ അഹ്ലുസുന്നത്തിൻ്റെ 4 ഫിഖ്ഹിൻ്റെ മദ്ഹബുകൾ, മദാഹിബു അഹ്ലിസുന്ന അൽ അർബഅ. ഇതിങ്ങനെ മാത്രമാണ്, 4 വഴികൾ മാത്രമാണ് അത് പഠിക്കാനുള്ളത്. അതിനപ്പുറം പിൽക്കാലത്ത് അതെന്തായി തീർന്നു? തഅസ്സുബിൻ്റെ, കക്ഷിത്വത്തിൻ്റെ, പരസ്പരമുള്ള വിദ്വേഷത്തിൻ്റെ പോലും കാരണമായി തീർന്ന ഒരു കാലം പിന്നീട് ഉണ്ടായി. എന്നാൽ ഈ ഇമാമിങ്ങൾ ആരും തന്നെ അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല. അവരുടെ ശിഷ്യന്മാരും ആ മദ്ഹബിലെ അഗ്രഗണ്യന്മാരായ പണ്ഡിതന്മാരും അങ്ങനെയല്ല മദ്ഹബ് സ്വീകരിച്ചു. അങ്ങനെ മദ്ഹബ് സ്വീകരിക്കാൻ പാടില്ല. കാരണം ചോദ്യം ചെയ്യാതെ അനുസരിക്കാൻ നമുക്ക് ഒരൊറ്റ നേതാവ് മാത്രമേ ഉള്ളൂ, ഒരു ഇമാം മാത്രമേ ഉള്ളൂ. അതാരാണ്? മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂൽ മാത്രം. ബാക്കി ആരുടെ വാക്കുകളിലും തള്ളേണ്ടതും കൊള്ളേണ്ടതും ഉണ്ടാകും. അതുകൊണ്ട് നോക്കൂ, മദ്ഹബിനനുസരിച്ച് ഫിഖ് പഠിക്കും. കാരണം മദ്ഹബ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സിലബസും പുസ്തകങ്ങളൊക്കെ തയ്യാറാണ്, റെഡിയാണ്. ആ വഴിക്കങ്ങൾ പെട്ടെന്ന് പഠിച്ചു പോകാം. അതിനൊരു ക്രമമുണ്ടാകും. ഒരാൾ ഈ സ്കൂളിൽ കുറച്ച് പഠിച്ചു, പിന്നെ പകുതി മാസമായപ്പോഴേക്ക് അപ്പുറം പോയി ചേർന്നു, പിന്നെ ഇപ്പുറം വന്ന് ചേർന്നു, എന്തുണ്ടാവും? ഒരു തർത്തീബിൽ പ്രശ്നമുണ്ടാകും. എന്നതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിക്കളിച്ചാൽ ആ തർത്തീബിൽ ഒരു പ്രശ്നമുണ്ടാകും. എന്നാൽ ഒന്നിൽ ഒതുങ്ങി നിന്ന് പഠിക്കുക, എന്നിട്ട് നോക്കൂ, പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അടുത്തതും കൂടി പഠിക്കുക, അടുത്തതും കൂടി പഠിക്കുക. ദലീൽ കിട്ടിയാൽ, തെളിവ് കിട്ടിയാൽ ആ തെളിവിനെതിരിൽ ഒരാളുടെ വാക്കും സ്വീകരിക്കാതിരിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക് വന്നു, പിന്നെ ഒരാളുടെ വാക്കും അതിനെതിരായി സ്വീകരിക്കാൻ പാടില്ല. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നീ അനുസരിച്ചാൽ, ഇമാം ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതുപോലെ, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നീ അനുസരിച്ചാൽ മറ്റൊരാൾ അനുസരിക്കാത്തതിൻ്റെ പേരിലും അള്ളാഹു നിന്നെ ശിക്ഷിക്കുകയില്ല. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നീ അനുസരിച്ചോ, വേറെ ഒരാൾ അനുസരിക്കാത്തതിൻ്റെ പേരിലും അള്ളാഹു നിന്നെ വേറെ ആൾക്ക് നീ എതിരായിപ്പോയി, ആൾ പറഞ്ഞതിനെതിരാണ് നീ ചെയ്യുന്നത്. പക്ഷെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്തോ അതാണ് നീ ചെയ്തത്, നീ പറഞ്ഞത്, നീ വിശ്വസിച്ചത്, അള്ളാഹു നിന്നെ ശിക്ഷിക്കുകയില്ല എന്നാണ്. കാരണം അള്ളാഹു അവൻ്റെ പടപ്പുകളിലേക്ക് തെളിവായി ഹുജ്ജത്തായി അവതരിപ്പിച്ചത് ആരെയാണ്? സന്മാർഗവുമായി നിയോഗിച്ചത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. വല്ലദീ അർസല റസൂലഹു ബിൽഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലാ ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ. അതുകൊണ്ട് നോക്കൂ, മദ്ഹബ് ഈ അർത്ഥത്തിൽ മാത്രമാണ് മഹാന്മാരായ പണ്ഡിതന്മാർ എടുത്തിട്ടുള്ളൂ, സ്വീകരിച്ചിട്ടുള്ളൂ. 4 മദ്ഹബിലെയും ഉന്നതരായ പണ്ഡിതന്മാരുടെ കഥകളിൽ നമുക്ക് ഇതിന് ഉദാഹരണങ്ങൾ കാണാം. അത് വിശാലമായൊരു വിഷയമായതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. നോക്കൂ, ഹംബലി ഫിഖ് ആണ് ആ നാട്ടിൽ ഉനൈസയിലും മറ്റും വ്യാപകമായി പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അദ്ദേഹത്തിൻ്റെ ഉസ്താദുമാരുടെ രീതി അതായിരുന്നു. അതുകൊണ്ട് ഇമാം സഅദി റഹിമഹുല്ലാഹ് അദ്ദേഹവും ആ രീതി തന്നെ ഫിഖിൽ ആദ്യകാലത്ത് പിന്തുടർന്നു. അതോടൊപ്പം തഫ്സീറിൻ്റെ, ഖുർആൻ വ്യാഖ്യാനത്തിൻ്റെ കിതാബുകൾ, ഹദീസിൻ്റെ ഗ്രന്ഥങ്ങൾ, ഇതിലെല്ലാം അദ്ദേഹം വലിയ വിജ്ഞാനം നേടി. തൗഹീദിൽ അദ്ദേഹം ആഴത്തിലുള്ള വിജ്ഞാനം നേടിയെടുക്കുകയുണ്ടായി. അതോടൊപ്പം അല്ലാഹു റബ്ബുൽ ആലമീൻ അദ്ദേഹത്തിന് നൽകിയ വലിയ അനുഗ്രഹമായിരുന്നു 2 മഹാന്മാരായ ഇമാമുമാരുടെ ഗ്രന്ഥങ്ങളോട് അദ്ദേഹത്തിന് വലിയ താല്പര്യവും അത് ആഴത്തിൽ വായിക്കാനുള്ള തൗഫീഖും അദ്ദേഹത്തിന് ലഭിച്ചു. ഒന്ന് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ്, രണ്ടാമത്തെ ഇബ്നു തൈമിയ്യയുടെ ശിഷ്യൻ ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ്. ഈ 2 പേരുടെ കിതാബുകളിൽ അദ്ദേഹം ആഴത്തിൽ വായനയും പഠനവും ആരംഭിച്ചു. അതുകൊണ്ട് തന്നെ ആ മഹാന്മാരായ പണ്ഡിതന്മാർ, മുൻഗാമികളായ പണ്ഡിതന്മാരെ പോലെ പഠിപ്പിച്ചത് ദലീലിന്, തെളിവിന് പ്രാധാന്യം നൽകാൻ ആണ്. ആ വഴിയിലേക്ക് തന്നെ സഅദി റഹിമഹുല്ലാഹ് അദ്ദേഹവും എത്തിച്ചേർന്നു. സഅദിയുടെ
ഉസ്താദുമാർ, ഷെയ്ഖുമാർ ധാരാളമുണ്ട്. അവരിൽ പ്രധാനപ്പെട്ട ചിലർ ഞാൻ താഴെ പറയുന്നവരാണ്. മുഹമ്മദ് അൽ അബ്ദുൽ കരീം ഷിബിൽ അദ്ദേഹത്തിൻ്റെ ഉസ്താദുമാരിൽ ഒരാളാണ്. അബ്ദുല്ലാഹ് ഇബ്നു ആഇദ്, അതുപോലെ ഇബ്രാഹിം ഇബ്ൻ ഹമദ് ഇബ്ൻ ജാസിർ, അദ്ദേഹം വളരെ ധാരാളമായി പുകഴ്ത്തി പറഞ്ഞിരുന്ന പണ്ഡിതന്മാരിൽ ഒരാളായിരുന്നു. വേറെയും ധാരാളം പണ്ഡിതന്മാർ അദ്ദേഹത്തിൻ്റെ ഉസ്താദുമാരായി നമുക്ക് കാണാം. നോക്കൂ, ഇങ്ങനെ ധാരാളം വിജ്ഞാനം നേടി ഇമാം സഅദി റഹിമഹുല്ലാ, അദ്ദേഹം ചില വിജ്ഞാനീയങ്ങളിൽ അദ്ദേഹത്തിൻ്റെ കഴിവ് പ്രത്യേകമായി അറിയപ്പെട്ടിരുന്നു. ഉദാഹരണത്തിന് തഫ്സീറിൽ, ഖുർആൻ വ്യാഖ്യാനത്തിൽ, ഖുർആൻ്റെ വിശദീകരണത്തിൽ. അതുകൊണ്ട് തന്നെ സഅദിയുടെ കിതാബുകളിൽ ഏറ്റവും പ്രസിദ്ധമായ കിതാബ് ഏതാണ്? നിങ്ങൾ പലരും കേട്ടിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ തഫ്സീറാണ്, തഫ്സീർ സഅദി റഹിമഹുല്ലാ. അദ്ദേഹത്തിൻ്റെ തഫ്സീർ അത് വളരെ വളരെ പ്രസിദ്ധമാണ്. അദ്ദേഹം തൻ്റെ വിദ്യാർത്ഥികളുമായുള്ള മജ്ലിസുകളിൽ ഖുർആൻ അവരെ കൊണ്ട് ഓദിക്കുകയും അതിൻ്റെ തഫ്സീർ, പഴയകാല തഫ്സീറുകളൊന്നും കയ്യിലില്ലാതെ അദ്ദേഹം ആ തഫ്സീർ പറഞ്ഞു കൊടുക്കുകയും ചെയ്യുമായിരുന്നു. അവർ അത്രയും അദ്ദേഹത്തിന് അതിൽ വലിയ വിജ്ഞാനമുണ്ടായിരുന്നു. അതോടൊപ്പം ഈ അറിവ് പകർന്നു നൽകാൻ അദ്ദേഹം ഏറെ പരിശ്രമിച്ചിരുന്നു. അറിവിൻ്റെ സദഖ അത് പഠിപ്പിച്ചു കൊടുക്കലാണ്, പറഞ്ഞു കൊടുക്കലാണ്. സമ്പത്തിന് സദഖയുണ്ട് എന്നതുപോലെ അറിവിന് എന്തുണ്ട്? സദഖയുണ്ട്. അത് പകർന്നു നൽകുക, അപ്പോഴാണ് അതിൽ ബറക്കത്ത് ലഭിക്കുക. സമ്പത്ത് കൊടുത്താലാണ് സമ്പത്ത് കൂടുക എന്ന് നമുക്കറിയാമല്ലോ. അതുപോലെ തന്നെയാണ് അറിവും. അത് കൊടുത്താലാണ് അതിൽ ബറക്കത്തുണ്ടാവുക. കൊടുക്കാതെ അത് പിടിച്ചു വെക്കുക എന്നത് പാടില്ല. ഇന്ന് സുബ്ഹാനല്ലാഹ് ചിലരെങ്കിലും അവരുടെ വിവരദോഷം കൊണ്ട് ആരെങ്കിലും ഒരാൾ ജനങ്ങൾക്ക് ദീൻ പഠിപ്പിക്കാനിറങ്ങിയാൽ അത് മുടക്കാനിറങ്ങും. അവർ ചോദിച്ചു വരും, നിങ്ങൾക്കിത് പഠിപ്പിക്കാൻ എന്ത് അവകാശമാണുള്ളത്? നിങ്ങൾ എവിടെ നിന്നാണ് ഇത് പഠിച്ചത്? നിങ്ങൾക്കാരാണ് ഇത് പഠിപ്പിക്കാൻ അനുവാദം തന്നത്? ഇങ്ങനെയൊക്കെ ചോദിച്ച് വരുന്നത് കാണാം. നോക്കൂ, നിങ്ങൾ ഒരാൾ ഖുർആനും സുന്നത്തുമാണ് പഠിപ്പിക്കുന്നത്, അഹ്ലുസുന്നത്തിൻ്റെ വഴിയിൽ നിന്ന് ഒരാൾ പുറത്തു പോകുന്നില്ല, അയാൾ എന്താണ് പറയുന്നതെന്ന് ആളുകൾക്ക് വ്യക്തമാണ് എങ്കിൽ ആ കാര്യം തന്നെ അയാൾക്കുള്ള തസ്കിയത്താണ്. ചില ചോദിക്കാൻ, നിങ്ങൾക്ക് തസ്കിയത്തുണ്ടോ? നിങ്ങളുടെ പണ്ഡിതന്മാർ നിങ്ങൾക്ക് സർട്ടിഫൈ തന്നിട്ടുണ്ടോ, സർട്ടിഫൈ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. ഇവരിൽ പലരും മനസ്സിലാക്കാത്തൊരു കാര്യമുണ്ട്. ആരൊക്കെ നിനക്ക് എന്ത് സാക്ഷ്യപത്രം തന്നാലും ഏറ്റവും നല്ല സാക്ഷ്യപത്രം നിനക്ക് ഉണ്ടാകേണ്ടത് അള്ളാഹുവിൻ്റെ അരികിലാണ്, റബ്ബിൻ്റെ അരികിലാണ്. അത് ഈ ആളുകൾ പലരും മറന്നു പോകാറുണ്ട്. എത്ര ആളുകൾ നീ നല്ലവനാണെന്ന് സർട്ടിഫിക്കറ്റ് തന്നാലും അള്ളാഹുവിങ്കിൽ നീ നല്ലവനല്ലെങ്കിലോ, അള്ളാഹുവിങ്കിൽ നിനക്ക് യോഗ്യതയില്ലെങ്കിലോ. അപ്പോൾ നോക്ക്, ഒരാൾ പഠിപ്പിക്കുന്ന വിജ്ഞാനം അത് ഖുർആനും സുന്നത്തും അനുസരിച്ചുള്ളതാണ്. അഹ്ലുസുന്നത്തിൻ്റെ പണ്ഡിതന്മാരുടെ വഴിയിൽ നിന്നൊരാൾ പുറത്തു പോയിട്ടില്ല. അത് അയാളുടെ വാക്കുകളിൽ, അയാളുടെ ഉപദേശങ്ങളിൽ, അയാളുടെ സംസാരങ്ങളിൽ, അയാളുടെ പ്രസംഗങ്ങളിലൊക്കെ വ്യക്തമാണ് എങ്കിൽ അത് തന്നെ അയാൾക്കുള്ള തസ്കിയത്താണ്. കാരണം എല്ലാ നാടുകളും, വിദൂര ദേശങ്ങളിൽ ദീൻ പഠിപ്പിക്കുന്ന ആളുകളെ സൗദി അറേബ്യയിലോ മറ്റോ ഉള്ള അറിയപ്പെട്ട പണ്ഡിതന്മാർക്ക് അറിയുമോ? ലോകത്തിൻ്റെ നാനാഭാഗത്തുള്ള എല്ലാ ആളുകളെയും ഇല്ല. ആളുകൾ പലരും അങ്ങനെ അവരവരുടെ നാടുകളിൽ ഒതുങ്ങിക്കഴിയുന്ന ദീൻ പഠിച്ചിട്ടുള്ള ആളുകളുണ്ടാവും. അപ്പോൾ നോക്കൂ, അങ്ങനെ ഖൈർ നീ എവിടെ കേട്ടാലും അത് പഠിപ്പിക്കുന്ന ആളുകൾ ശരിയായ ഇസ്ലാമിൻ്റെ വഴിയിലുള്ളവരും സത്യസന്ധരുമാണോ നീ അത് പ്രോത്സാഹിപ്പിക്കുക. അതേസമയം സത്യസന്ധരല്ലാത്ത, അവരുടെ മൻഹജിൽ, അവരുടെ റൂട്ടിൽ വ്യക്തതയില്ലാത്ത, ചാഞ്ചാടി കളിക്കുന്ന ആളുകളുണ്ടാവും. അങ്ങനെയുള്ളവരെ സൂക്ഷിക്കണം, അതിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ നോക്കൂ, പറഞ്ഞു വന്നത്, ഇദ്ദേഹം ഇമാം സഅദി റഹിമഹുല്ലാ ധാരാളമായി ആ വിജ്ഞാനം ആളുകൾക്ക് പകർന്നു നൽകിയിരുന്നു. അതോടൊപ്പം അദ്ദേഹം ജനങ്ങളോട് നല്ല നിലക്ക് പെരുമാറിയിരുന്ന, അവർക്ക് ഉപകാരങ്ങൾ ചെയ്തിരുന്ന, നല്ല നിലക്ക് അവരുമായി സഹവസിച്ചിരുന്ന ആളായിരുന്നു. അദ്ദേഹത്തിന് ചോദ്യങ്ങൾ ധാരാളമായി ലഭിച്ചിരുന്നു. അദ്ദേഹം അതിന് മറുപടി നൽകിയിരുന്നു. നോക്കൂ, പിന്നീട് അദ്ദേഹം കിതാബുകൾ രചിക്കാൻ ആരംഭിച്ചു. അതിന് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഏറെ പ്രസിദ്ധമായത് അദ്ദേഹത്തിൻ്റെ തഫ്സീറാണ്. അതുപോലെ അക്കാലത്ത് ഖസീമിൽ ഒരു നിരീശ്വരവാദി പ്രത്യക്ഷപ്പെട്ടിരുന്നു. ഖസീമി എന്നാണ് അയാൾ അറിയപ്പെട്ടത് തന്നെ. സുബ്ഹാനല്ലാഹ്, അയാളുടെ കാര്യം, അയാൾ ആദ്യം ഒരു പണ്ഡിതനായിരുന്നു, പിന്നീട് അയാൾ ഒരു നിരീശ്വരവാദിയായിപ്പോയി. നഊദു ബില്ലാഹ്, സല്ലല്ലാഹു അലൈഹി വസല്ലം. അറിവ് മാത്രം പോരാ, മറിച്ച് അള്ളാഹുവിൻ്റെ കാവൽ വേണം എന്നത് ഇത് നമ്മൾ മനസ്സിലാക്കണം. അല്ലെങ്കിൽ ഇബ്ലീസ് അവൻ അറിവില്ലാത്തവനല്ല, അവനറിയാം, കാര്യം അറിയാൻ ചെല്ലല്ലോ.
അവൻ സകല നിരീശ്വരവാദികളുടെയും സകല ധിക്കാരികളുടെയും നേതാവായി മാറിയത് അള്ളാഹുവിൻ്റെ പ്രത്യേകമായ കാവലാണ്. ഖസീമി എന്നാണ് ഇയാൾ അറിയപ്പെട്ടത്. പക്ഷെ നോക്കൂ, ആ ഖസീമി സഅദിയുടെ കാലത്ത് ജീവിച്ചതുകൊണ്ട് പിൽക്കാലക്കാരായ നമുക്ക് മനോഹരമായ ചില കാര്യങ്ങൾ അല്ലാഹു റബ്ബുൽ ആലമീൻ നിശ്ചയിച്ചു തന്നു. സഅദിക്ക് ഈ ഖസീമിക്ക് എഴുതിയ മറുപടികളുണ്ട്. ആ നിരീശ്വരവാദിക്ക് എഴുതിയ സഅദിയുടെ മറുപടികൾ, അതുപോലെ ഇസ്ലാമിൻ്റെ മഹാസിൻ, ഇസ്ലാമിൻ്റെ നന്മകൾ വിവരിച്ചുകൊണ്ട് അദ്ദേഹം എഴുതിയ കിതാബുകൾ, ഇത് സുബ്ഹാനല്ലാഹ് ഏത് കാലത്തും മതനിഷേധികളുടെ നിരീശ്വരവാദികളുടെ അടിവേര് തകർക്കുന്ന ഗ്രന്ഥങ്ങളാണ്, കിതാബുകളാണ്. വളരെ ലളിതമായി ആർക്കും മനസ്സിലാക്കാൻ സാധിക്കുന്ന രൂപത്തിലാണ് ആ മറുപടികൾ, ആ കിതാബുകൾ. അതല്ലാതെ നിരീശ്വരവാദത്തിൻ്റെ വഴികേട് മനസ്സിലാക്കാൻ നമ്മൾ ശാസ്ത്രം അത് അങ്ങേയറ്റം പഠിച്ച് അതിൻ്റെ ആഴത്തിലിറങ്ങി അവരുടെ ആ വാദം ഈ വാദം ഒക്കെ പഠിച്ചെടുത്ത് അതിലൊന്നും യാതൊരു ആവശ്യവുമില്ല. കാരണം നിരീശ്വരവാദം അത് അബ്തലുൽ ബാത്തിൽ, ഇതുപോലെ ബാത്തിലായ വേറൊന്നുമില്ല. ഏറ്റവും വലിയ ബാത്തിലാണ്. അള്ളാഹു ഇല്ല, റബ്ബില്ല, ആകാശഭൂമികൾക്കൊരു ഖാലിഖില്ല എന്ന് പറയുക, അതിനേക്കാൾ വലിയ ബാത്തിൽ എന്താണുള്ളത്? അഫില്ലാഹി ശക്കുൻ ഫാത്തിരിസ് സമാവാതി വൽ അർദ്. അള്ളാഹു ചോദിച്ചതുപോലെ ആകാശഭൂമികളുടെ സൃഷ്ടാവായ അള്ളാഹുവിനെ കുറിച്ചോ സംശയം? കാരണം നിനക്ക് ഏത് കാര്യത്തിനാണ് തെളിവ് വേണ്ടത്? അവ്യക്തമായ ഒരു കാര്യത്തിനാണ് തെളിവ് വേണ്ടത്. അള്ളാഹു റബ്ബുൽ ആലമീൻ എല്ലാ തെളിവുകളെക്കാൾ തെളിഞ്ഞുള്ളവനാണ്. അവനുള്ളത് കൊണ്ടാണ് ബാക്കിയൊക്കെ ഉണ്ടായത്. അവൻ എല്ലാത്തിനുമുള്ള തെളിവാണ്. എല്ലാം അവനുണ്ട് എന്നതിനുള്ള തെളിവാണ്. അല്ലാഹു അക്ബർ. അഫില്ലാഹി ശക്കുൻ ഫാത്തിരിസ് സമാവാതി വൽ അർദ്. നീ നടന്നു പോകുമ്പോൾ അതാ വഴിയരികിലൊരു നല്ല കെട്ടിടം കാണുന്നു. രണ്ട് സാധ്യതകൾ മുന്നിലുണ്ട്. ഒന്നുകിൽ ഒരു കല്ല് വേറൊരു കല്ലിൻ്റെ മുകളിൽ കയറുന്നു, അതിൻ്റെ മുകളിൽ വേറൊരു കല്ല് കയറിയുന്നു, ഇങ്ങനെ അതിൻ്റെ മുകളിൽ സിമെൻറ്റ് വന്ന് വീണു, അങ്ങനെ ആ കെട്ടിടം അങ്ങനെ ഉണ്ടായി. അല്ലെങ്കിൽ അത് നിർമ്മിച്ച ആളുകളുണ്ടാകണം. ഈ രണ്ട് സാധ്യതയാണ് അതിൻ്റെ മുന്നിലുള്ളത്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇതിൽ ഏത് നീ തിരഞ്ഞെടുക്കും എന്ന് ബുദ്ധിയുള്ളൊരു മനുഷ്യനോട് ചോദിക്കണോ? നിങ്ങൾ പറയൂ, അത് ചോദിക്കണോ? അതുകൊണ്ട് നിരീശ്വരവാദം പോലെ ബാത്തിലായ മറ്റൊരു കാര്യവുമില്ല. അത് അങ്ങേറ്റം ബാത്തിലാണ്, ഏറ്റവും വലിയ വ്യാജവാദമാണത്. അതിനുള്ള മറുപടി വളരെ ലളിതമായ കാര്യമാണ്, വളരെ ലളിതമാണ്. ഇമാം സഅദി റഹിമഹുല്ലാഹ് അത്തരത്തിൽ കിതാബുകൾ എഴുതുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ അറിവ് കൊണ്ട് സാധാരണക്കാരായ ആളുകൾക്കും പണ്ഡിതന്മാർക്കുമെല്ലാം വലിയ ഉപകാരങ്ങൾ അതുകൊണ്ട് ലഭിക്കുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ സമയത്തിൽ പ്രത്യേകമായൊരു ബറക്കത്ത് ലഭിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. അദ്ദേഹം ദിവസത്തിൻ്റെ വലിയൊരു ശതമാനം ദീൻ പഠിപ്പിക്കാനായിരുന്നു ചെലവഴിച്ചിരുന്നത്. അതുപോലെ അദ്ദേഹത്തിൻ്റെ മസ്ജിദിൽ പഠിച്ചിരുന്ന വിദ്യാർത്ഥികൾ പലരും പിന്നീട് സൗദി ഗവൺമെൻറ് യൂണിവേഴ്സിറ്റികളും വലിയ സ്ഥാപനങ്ങളൊക്കെ ഉണ്ടാക്കിയപ്പോൾ അവിടെ അധ്യാപകരായിപ്പോയി. സഅദി റഹിമഹുല്ലാഹ് അദ്ദേഹം കൈകൊണ്ട് എഴുതി കൊടുക്കുമായിരുന്നു. ഇദ്ദേഹം എൻ്റെ കീഴിൽ ഇന്ന വിഷയങ്ങൾ പഠിച്ച ആളാണ്, അതുകൊണ്ട് അദ്ദേഹം ഈ അധ്യാപക സ്ഥാനത്തിന് യോഗ്യനാണ്. സൗദി ഗവൺമെൻറ് ആ കൈപ്പടയിൽ അദ്ദേഹം എഴുതിയത് സ്വീകരിക്കുകയും അവരെ ജോലിക്ക് നിയമിക്കുകയും ചെയ്യുമായിരുന്നു. ആ എഴുതിയത് നിസ്സാരമായ കാര്യമല്ല, അതിന് അർഹരായ ആളുകളെക്കുറിച്ചാണ് എഴുതി കൊടുത്തത് എന്ന് പിന്നീട് അവർക്ക് ഏറ്റവും നന്നായി ബോധ്യപ്പെടുകയും ചെയ്യുമായിരുന്നു. അതുപോലെ നോക്കൂ, അദ്ദേഹം പഠിപ്പിക്കുന്നതോടൊപ്പം വിദ്യാർത്ഥികൾക്ക് അവരെ പ്രോത്സാഹിപ്പിക്കാൻ സമ്മാനങ്ങൾ നൽകിയിരുന്നു എന്നാണ്. സുബ്ഹാനല്ലാഹ്. അതിൽ ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്ന ഒരു കഥ വളരെ അത്ഭുതകരമായ ഒരു കഥയാണ്. സഅദിയുടെ ശിഷ്യന്മാരിൽ ഏറ്റവും പ്രഗത്ഭൻ എന്ന് പറയാവുന്ന ശിഷ്യനാണ് ആര്? മുഹമ്മദ് ബിൻ സാലിഹ് അൽ ഉസൈമീൻ റഹിമഹുല്ലാഹ്. ഇബ്നു ഉസൈമീൻ സുബ്ഹാനല്ലാഹ് ഈ കഴിഞ്ഞ കാലഘട്ടത്തിലെ ഇമാമുമാരിൽ ഒരാളാണ്. അദ്ദേഹത്തെ അറിയാത്തവർ വളരെ കുറവാണ്. പക്ഷേ സുബ്ഹാനല്ലാഹ് സൗദി അറേബ്യയിലുള്ള പണ്ഡിതന്മാരിൽ ചിലർ പറയാറുണ്ട്, അവരോട് പ്രായമുള്ള ചിലർ പറഞ്ഞിട്ടുണ്ട്, നിനക്ക് ഇബ്നു ഉസൈമീനെ കുറിച്ച് എന്താണ് എൻ്റെ അഭിപ്രായം? അപ്പോൾ അവർ പറയും, വലിയ പണ്ഡിതനാണ്, അദ്ദേഹത്തിൻ്റെ അറിവിൽ ഞാൻ അങ്ങേയറ്റം എനിക്ക് അത്ഭുതമാണ്. അപ്പോൾ ഈ പ്രായമുള്ളവർ ചിലർ പറഞ്ഞു കൊടുക്കുക, അത് നീ സഅദിയെ കാണാത്തതുകൊണ്ടാണ്. സഅദിയെ കണ്ടിരുന്നെങ്കിൽ നീ പറയും സഅദിയുടെ 10 മാത്രമാണ് ഇബ്നു ഉസൈമീൻ എന്ന്. ഇബ്നു ഉസൈമീൻ തന്നെ കഴിഞ്ഞ കാലഘട്ടത്തിലെ ഇമാമുമാരിൽ ഒരാളാണ്. പക്ഷേ സഅദി അദ്ദേഹത്തിൻ്റെ ഉസ്താദാണ്. അദ്ദേഹം സമ്മാനങ്ങൾ നൽകുമായിരുന്നു. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നുണ്ട്, ഒരിക്കൽ സഅദി ഒരു കിതാബ് പഠിപ്പിക്കാൻ ആരംഭിച്ചു. ഒരല്പം അധ്വാനം വേണ്ട, പഠിക്കാൻ കുറച്ച് അധ്വാനം വേണ്ട, പഠിച്ചു വരുമ്പോൾ ചിലപ്പം മടുപ്പ് അനുഭവപ്പെടുന്ന ഒരല്പം ദീർഘമായൊരു ഗ്രന്ഥമായിരുന്നു.
അങ്ങനെ തുടക്കത്തിൽ കുറച്ചധികം ആളുകളുണ്ടായിരുന്നു ആ കിതാബ് പഠിക്കാൻ. പിന്നെ ആളുകൾ കുറഞ്ഞു പോയി. 3 ആളായി, 2 ആളായി. ഒടുവിൽ ഞാൻ ഒറ്റക്കായി. കിതാബ് തീരുമ്പോൾ ഞാൻ ഒറ്റക്കാണ്, ഷാദിയും ഞാനും മാത്രം. അങ്ങനെ ഞാൻ പൂർത്തിയാക്കിയപ്പോൾ ഷാദി എനിക്കൊരു സമ്മാനം തന്നു. ഒരാപ്പിളായിരുന്നു സമ്മാനം തന്നത്, ഒരാപ്പിൾ. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുകയാണ്, അപ്പോൾ എനിക്ക് തന്നപ്പോൾ ഞാൻ ആപ്പിൾ ആദ്യമായിട്ടാണെന്ന് കാണുന്നത്. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ആപ്പിൾ കാണുന്നത്. എനിക്ക് അദ്ദേഹം അത് സമ്മാനമായി തന്നു. ഞാൻ ചോദിച്ചു, ഇതെന്താണ് ചെയ്യേണ്ടത്? പുഴുങ്ങണോ, പൊരിക്കണോ, അല്ല എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അല്ല നീ മുറിച്ച് അങ്ങനെ കഴിക്കുക എന്ന് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറഞ്ഞത് കാണാം. ആ കാലഘട്ടമാണ്. അപ്പോൾ നോക്കൂ, ഈ രൂപത്തിൽ അദ്ദേഹത്തിൻ്റെ വിദ്യാർത്ഥികൾക്ക് സമ്മാനങ്ങൾ നൽകാറുണ്ടായിരുന്നു. അതുപോലെ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ജീവിത വിരക്തിയും മറ്റും വളരെ അറിയപ്പെട്ട കാര്യമാണ്. ആ കാലത്ത് സൗദി ഗവൺമെൻറ് ഒരു മഅഹദുൽ ഇൽമി, ഒരു സ്ഥാപനം ആരംഭിക്കുകയും 1373 അദ്ദേഹത്തെ അതിൽ ഒരു സ്ഥാനത്ത് നിയമിക്കുകയും ചെയ്തു. അന്നത്തെ 1000 റിയാൽ അദ്ദേഹത്തിന് ശമ്പളമായി നിശ്ചയിച്ചു. 1373 അന്ന് അതൊരു വലിയ സംഖ്യയായിരുന്നു എന്നാണ് അക്കാലത്ത്. സഅദി റഹിമഹുല്ലാഹ് പക്ഷെ അദ്ദേഹം അവരോട് പറഞ്ഞു, ഞാൻ ഈ സ്ഥാനം ഏറ്റെടുക്കാം, ഞാൻ അവിടെ പ്രവർത്തിക്കാം, പക്ഷെ എനിക്ക് ആ ശമ്പളം വേണ്ടതില്ല, ഞാൻ അള്ളാഹുവിന് വേണ്ടി അത് ചെയ്യാം. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. നോക്കൂ നിങ്ങൾ, അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ജീവിത വിരക്തിയും ദുനിയാവിനോടുള്ള താല്പര്യമില്ലായ്മയും നമുക്ക് അതിൽ കാണാം. മഹാന്മാരായ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരുടെ ജീവിതത്തിലും അത്ഭുതകരമായ ഇത്തരം കാര്യങ്ങൾ നമുക്കൊരു പക്ഷേ ചിന്തിക്കാൻ പോലും സാധിക്കാത്ത കാര്യങ്ങൾ നമുക്ക് കാണാം. ഇപ്പോൾ നോക്കൂ, നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ ധാരാളം പേരുണ്ട്. അതിൽ ഏറെ പ്രമുഖനാണ് മുഹമ്മദ് ഇബ്നു സാലിഹ് അൽ ഉസൈമീൻ റഹിമഹുല്ലാഹ്. അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങൾ ധാരാളമായുണ്ട്. തഫ്സീർ, അതുപോലെ ഉംദത്തുൽ അഹ്കാം എന്ന കിതാബിൻ്റെ വിശദീകരണം, ഉസൂലുൽ അഖായിദ് ദീനിയ എന്ന കിതാബ്, അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ നിരീശ്വരവാദികൾക്ക് മറുപടിയായി എഴുതിയ അൽ അദില്ലത്തുൽ ഖവാത്തിഉ വൽ ബറാഹീൻ ഫി ഇബ്താൽ ഉസൂലിൽ മുൽഹിദീൻ എന്ന ഗ്രന്ഥം, അതുപോലെ ഖസീമിക്ക് മറുപടിയായി എഴുതിയ തൻസീഹുദ്ദീനി വഹമലതിഹി വരിജാലിഹി മിമ്മ ഇഫ്തറാഹുൽ ഖസീമി എന്ന കിതാബ്. ഇങ്ങനെ ഒരുപാട് കിതാബുകൾ അദ്ദേഹത്തിൻ്റെതായുണ്ട്. ധാരാളക്കണക്കിന് ഗ്രന്ഥങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അതുപോലെ അദ്ദേഹം വളരെ സൗമ്യനായിരുന്ന, വളരെ ലോലമായ സ്വഭാവത്തിന് അറിയപ്പെട്ടിരുന്ന ആളായിരുന്നു. വളരെ നല്ല സ്വഭാവത്തിന് അറിയപ്പെട്ടിരുന്ന അദ്ദേഹത്തിൻ്റെ അതുമായി ബന്ധപ്പെട്ട കഥകൾ ധാരാളമായുണ്ട്. ചില ആളുകൾ, ചില പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത് കാണാം. അദ്ദേഹം വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അദ്ദേഹത്തിൻ്റെ മകളും അതുപോലെ അപ്പുറത്ത് അയൽവാസിയായ കുട്ടിയുമൊക്കെ ചെറിയ വീടുണ്ടാക്കി, അവരുടെ വീടുണ്ടാക്കി കളിക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹം അവിടേക്ക് ചെല്ലുമ്പോൾ കുട്ടികളോട് പറയാറുണ്ടായിരുന്നു, കുട്ടികൾ അതിഥിയായി വിളിക്കും ആ വീട്ടിലേക്ക്. അപ്പോൾ അതിഥിയായി അദ്ദേഹം ചെല്ലും, എന്നിട്ട് പറയും മറ്റവരോട്, നാളെ ഞങ്ങളുടെ വീട്ടിലേക്ക് വരും. ഈ രൂപത്തിൽ ചെറിയ മക്കളോട് ഏറ്റവും സൗമ്യമായി പെരുമാറിയിരുന്നു. മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക അതാണ് എന്ന് നമുക്കറിയാം. അതുപോലെ അള്ളാഹുലുള്ള അവൻ്റെ സഹായത്തിലുള്ള അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷ വളരെ അറിയപ്പെട്ടതായിരുന്നു. അദ്ദേഹത്തെക്കുറിച്ച് പറയപ്പെടാറുണ്ട്, മഴയ്ക്ക് വേണ്ടിയുള്ള നിസ്കാരത്തിന് പോകുമ്പോൾ അദ്ദേഹം അത് തീരുമാനിച്ചാൽ അദ്ദേഹം തൻ്റെ വീട്ടിലെ മീസാബൊക്കെ, വെള്ളം ഒലിച്ചു വരുന്ന സ്ഥലമൊക്കെ ശരിയാക്കുമായിരുന്നു. കുടയെടുത്തിട്ടായിരുന്നു അദ്ദേഹം പോകാറുണ്ടായിരുന്നു. സുബ്ഹാനല്ലാഹ്, മഴയില്ലാത്ത കാലത്ത് മഴയ്ക്ക് വേണ്ടി നിസ്കാരത്തിന് പോകുമ്പോൾ അദ്ദേഹം കുടയെടുത്ത് പോകുമായിരുന്നു. അല്ലാഹു റബ്ബുൽ ആലമീൻ അവൻ ദുആ സ്വീകരിക്കുമെന്ന റബ്ബിലുള്ള പ്രതീക്ഷ കാരണത്താൽ. ഇങ്ങനെ ഒരുപാട് ഖൈറായ, അത്ഭുതകരമായ, ഈമാൻ അറിയിക്കുന്ന കഥകൾ ഷെയ്ഖ് സഅദിയുടെ ജീവിതത്തിൽ നമുക്ക് ധാരാളമായി കാണാം. ഷെയ്ഖ് സഅദി റഹിമഹുല്ലാഹ്, അദ്ദേഹത്തെക്കുറിച്ച് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നതായി നിങ്ങൾക്ക് ഇപ്പോഴും കേൾക്കാനും കാണാനും കഴിയും. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നത് കാണാം, ഞാൻ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഉസ്താദ്, എൻ്റെ ഷെയ്ഖായ സഅദിയെപ്പോലെ മറ്റൊരാളെ കണ്ടിട്ടില്ല. അത്രയും സൽസ്വഭാവത്തിൽ ഉണ്ടായിരുന്ന, അത്രയും വിനയമുണ്ടായിരുന്ന, അത്രയും അറിവുണ്ടായിരുന്ന, നന്മകൾ ഇത്രയും ഒരുമിച്ച് ചേർന്ന മറ്റൊരാളെ ഞാൻ കണ്ടിട്ടില്ല എന്ന് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞത് കാണാം. അപ്പോൾ നോക്കൂ, ഈ സ്വഭാവത്തോടൊപ്പം അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി അദ്ദേഹം ചെയ്ത പരിശ്രമം ഏറ്റവും വലുതാണ്. ആ ദീനിൻ്റെ വിജ്ഞാനം അത് പഠിക്കുകയും പ്രചരിപ്പിക്കുകയും അതിനുവേണ്ടി കിതാബുകൾ എഴുതുകയും അതിനുവേണ്ടി ജീവിതം അദ്ദേഹം മാറ്റിവെക്കുകയും ചെയ്തു.
ഇങ്ങനെ എഴുതിയ ഗ്രന്ഥങ്ങളുടെ കൂട്ടത്തിൽ കവിതകളും ഉണ്ടായിരുന്നു. അദ്ദേഹത്തെക്കുറിച്ച് പറയപ്പെടുന്നത് കവിത അദ്ദേഹത്തിന് വളരെ വളരെ എളുപ്പത്തിൽ വളരെ നിസ്സാരമായി എഴുതാൻ സാധിച്ചിരുന്നു. അറബി കവിതകൾ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ആധുനിക കവിതകൾ, അത് അറബിയിലുമുണ്ട് ആധുനിക കവിതകൾ എന്നറിയപ്പെടുന്നത്. ഒരു വെല്ലും ബ്രേക്കൊന്നുമില്ലാതെ ഇങ്ങനെ എഴുതി പോവുക അതല്ല, മറിച്ച് അറബി കവിതകൾക്ക് ചില നിയമങ്ങളുണ്ട്. അതിന് ചില കാഫിയത്ത്, അതിന് ചില ബഹറുകളുണ്ട്. എന്ന് പറഞ്ഞാൽ ഉദാഹരണത്തിന് ഒരു ഭാഗം, രണ്ട് ഭാഗം ഉണ്ടാവും. രണ്ട് ഭാഗങ്ങൾ അറബി കവിതകൾ എഴുതിയത് കണ്ടിട്ടുണ്ടാവും. ഒരു ഭാഗത്ത് ആദ്യത്തെ അക്ഷരത്തിന് ഹറക്കത്തുണ്ട്, രണ്ടാമത്തേന് സുക്കൂനാണ്, മൂന്നാമത്തേന് ഹറക്കത്തുണ്ട്, നാലാമത്തേന് സുക്കൂനാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ ഇപ്പുറത്തെ ഭാഗത്തുള്ളതും അതേപോലെ ആയിരിക്കും. മനസ്സിലായില്ലേ? ഇങ്ങനെയാണ് കവിതകൾ എന്ന് പറയുന്നത്. തോന്നിയതുപോലെ ഒരാളിങ്ങനെ എഴുതി വിടുന്നല്ല. അറബി കവിതകളുടെ നിയമം പാലിച്ചുകൊണ്ട് എഴുതുക എന്നത് അത് എല്ലാവർക്കും സാധിക്കുന്ന കാര്യം. അതോടൊപ്പം അതിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്ന ആശയം എന്താണോ അത് അതിലൂടെ ഫലിക്കണം. നല്ല അക്ഷരങ്ങളായിരിക്കണം. അടുത്തടുത്ത് വന്നാൽ ഉച്ചരിക്കാൻ ബുദ്ധിമുട്ടുള്ള അക്ഷരങ്ങൾ അടുപ്പിച്ചു കൊണ്ടുവരിക എന്നത് നല്ല കവിതയുടെ ലക്ഷണമല്ല. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ഒത്ത് വരിക എന്നത് നിസ്സാരമായ കാര്യമല്ല. ഇൽമുൽ അറൂദ് എന്നു പേരുള്ള അതുമായി ബന്ധപ്പെട്ട ഒരു വിജ്ഞാന ശാഖ തന്നെ ഉണ്ട്. അറബി ഭാഷ പഠിക്കുന്ന ആളുകൾക്ക് അതേക്കുറിച്ച് അറിയാം. എന്ത് കവിത എങ്ങനെ ഇരിക്കണം, നിയമം എന്താണ്, അതിൻ്റെ ബഹറുകൾ എന്തൊക്കെയാണ്. ബഹർ എന്ന് പറയും അതിൻ്റെ ഓരോ രൂപങ്ങൾക്ക്. അത് മറ്റൊരു വിഷയമാണ്. ഇപ്പോൾ കവിത എന്ന് പറയുമ്പോൾ ഒരാളിങ്ങനെ ചില കവികളെക്കുറിച്ച് പറയുന്നത് പോലെ ഇങ്ങനെ എന്തെങ്കിലും മയക്കുമരുന്നോ മറ്റു ഉപയോഗിച്ച് തോന്നിയതുപോലെ കവിത എഴുതുക, അതാണോ അറബി കവിതകൾ? അല്ല, ഒരിക്കലുമല്ല. ആ കവിതകൾ അത് അത്ഭുതകരമാണ്. നന്മക്ക് വേണ്ടി അത് എഴുതപ്പെട്ടാൽ അത് നല്ല കാര്യമാണ്. മോശമായി എഴുതുന്ന ആളുകളുണ്ട്. അങ്ങനെയുള്ള മോശക്കാരായ കവികളെ അള്ളാഹു ഖുർആനിൽ റബ്ബ് സുബ്ഹാനഹു വ തആല അവരെ വിമർശിച്ചിട്ടുണ്ട്. നോക്കൂ, സഅദി റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ കവിത വളരെ എളുപ്പമായിരുന്നു എന്നാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ കവിതകൾ ധാരാളമായി വന്നിട്ടുണ്ട്. ഉസൂലുൽ ഫിഖ്ഹിൽ അദ്ദേഹത്തിനൊരു കവിതയുണ്ട്. ഇന്നും ധാരാളമായി പണ്ഡിതന്മാർ അത് വിശദീകരിക്കുകയും മറ്റും ചെയ്യുന്നുണ്ട്. ഉസൂലുൽ ഫിഖ് അത് ഫിഖ്ഹിലെ അടിസ്ഥാന നിയമങ്ങൾ പഠിപ്പിക്കപ്പെടുന്ന ഒരു വിജ്ഞാന ശാഖയാണ്. കേവല ഫിഖ് അല്ല, ഫിഖ്ഹിലെ അടിസ്ഥാനങ്ങൾ പഠിപ്പിക്കപ്പെടുന്ന ഒരു വിജ്ഞാനമാണ് ഉസൂലുൽ ഫിഖ്. അതിൽ അദ്ദേഹത്തിന് കവിതയുണ്ട്. ധാരാളം വിഷയങ്ങളിൽ അദ്ദേഹത്തിന് കവിതകൾ കാണാം. നോക്കൂ, സഅദി റഹിമഹുല്ലാ അദ്ദേഹം 69-ാമത്തെ വയസ്സിൽ ഹിജറ 1376 ഉനൈസയിൽ തന്നെ അദ്ദേഹത്തിൻ്റെ നാടായ ഉനൈസയിൽ, ഖസീമിലെ ഉനൈസയിൽ മരണപ്പെട്ടു. അദ്ദേഹത്തിന് ശേഷം പിന്നീട് ആ സ്ഥാനത്ത് ഉനൈസയിലെ ആ മസ്ജിദ്, അവിടെയുള്ള ഇമാമത്തും അവിടെയുള്ള ആ തദ്രീസ്, അവിടെ ജനങ്ങളെ ദീൻ പഠിപ്പിക്കുക എന്ന കാര്യവും പിന്നീട് മുഹമ്മദ് ബിൻ സാലിഹ് അൽ ഉസൈമീൻ ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ അദ്ദേഹം ഏറ്റെടുത്തു. ഇന്ന് അദ്ദേഹത്തിൻ്റെ ഇബ്നു ഉസൈമീൻ്റെ ശിഷ്യൻ ഷെയ്ഖ് സാമി അസ്സുഖൈർ ഹഫളഹുല്ലാ ആ സ്ഥാനം ഏറ്റെടുക്കുകയും അവിടെ ജനങ്ങളെ ദീൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. നോക്കൂ നിങ്ങൾ, വിജ്ഞാനത്തിൻ്റെ ശൃംഖല അത് മുറിയാതെ ഇന്നും അവിടെ നിലനിൽക്കുന്നു. റബ്ബ് നൽകുന്ന പ്രത്യേകമായ ബറക്കത്താണത്, യാതൊരു സംശയവുമില്ല. ഈ മഹാനായ പണ്ഡിതൻ്റെ മൻഹജുൽ ഹഖ് എന്ന കവിതയാണ് നമ്മൾ പഠിക്കുന്നത്. ഈ കവിതയുടെ പ്രത്യേകത അദ്ദേഹം വളരെ ചെറിയ പ്രായത്തിൽ, അദ്ദേഹത്തിന് 25-ാമത്തെ വയസ്സിൽ എഴുതിയതാണ് ഇത് എന്നാണ്. അല്ലാഹു അക്ബർ. നോക്കൂ, അദ്ദേഹത്തിൻ്റെ ചെറിയ പ്രായത്തിനാണ് അദ്ദേഹം ഈ കവിത എഴുതിയത് എന്നാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് അതിലേക്ക് കടക്കാം. ഏതാനും വരികൾ വായിച്ചതിന് ശേഷം അവസാനിപ്പിക്കാം. അദ്ദേഹത്തിൻ്റെ ചരിത്രം വളരെ കുറച്ച് മാത്രം പറഞ്ഞു പോകാനായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ സുബ്ഹാനല്ലാഹ്, ഇങ്ങനെയുള്ള ആളുകളുടെ ചരിത്രങ്ങൾ അത് വേഗം മുറിച്ചു കടക്കുക എന്നത് ബുദ്ധിമുട്ടാണ്. നമ്മൾ ഖുതുബയിൽ ഇന്ന് പറഞ്ഞ ഒരു കവിതയിൽ ഉള്ളതുപോലെ, കർറർ അലയ്യ ഹദീസഹും യാ ഹാദി ഫഹദീസുഹും യജുലുൽ ഫുആദ അസ്സാദി. ഒരു കവിതയിലുണ്ട്, കർറർ അലയ്യ ഹദീസഹും യാ ഹാദി, അവരുടെ ചരിത്രം നീ എനിക്ക് ആവർത്തിച്ച് കേൾപ്പിക്കൂ. ഫഹദീസുഹും യജുലുൽ ഫുആദ അസ്സാദി, കറപിടിച്ച ഹൃദയങ്ങൾ അത് ശുദ്ധീകരിക്കുന്ന കഥകളാണ് അവരുടെ കഥകൾ. നന്മ നിറഞ്ഞ ആളുകളുടെ കഥകൾ അത് സുബ്ഹാനല്ലാഹ് നമുക്ക് ഗുണപാഠമാണ്. അള്ളാഹു ഖുർആനിൽ എത്രയാണ് മുൻഗാമികളുടെ നല്ല ചരിത്രങ്ങൾ പറഞ്ഞിട്ടുള്ളത്. നബിമാരല്ലാത്തവരുടേത് പോലും. ലുഖ്മാൻ റളിയല്ലാഹു അൻഹു, അദ്ദേഹം നബി ആയിരുന്നില്ല, ദാവൂദ് അലൈഹിസ്സലാമിൻ്റെ കാലത്ത് ജീവിച്ച ഒരാളായിരുന്നു എന്നാണ് ചരിത്രം. അദ്ദേഹം മകന് നല്ലൊരു ഉപദേശം നൽകി. സ്വന്തം മകന് നൽകിയൊരു ഉപദേശം. അല്ലാഹു റബ്ബുൽ ആലമീൻ അന്ത്യനാൾ വരെയുള്ള
ആളുകൾക്ക് പാരായണം ചെയ്യാൻ അവൻ്റെ ഖുർആനിൽ അത് എടുത്തു പറഞ്ഞു. ഇദ് ഖാല ലുഖ്മാനു ലിബ്നിഹി വഹുവ യഅദുഹു യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ് ഇന്ന ശിർക ലദുൽമുൻ അദീം. ആ ഉപദേശങ്ങൾ അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞ്, ലുഖ്മാനിൻ്റെ പേര് പറഞ്ഞ് അള്ളാഹു എടുത്തു കൊടുത്തിരിക്കുന്നു. ഇങ്ങനെയാണ് നല്ലവരായ മുൻഗാമികൾ. അവരുടെ കഥകളിൽ നമുക്ക് പാഠമുണ്ട്. അവരുടെ ചര്യയിൽ ചലിക്കുക എന്നതാണ് യഥാർത്ഥത്തിൽ നല്ല വഴിക്ക് നമ്മെ നയിക്കുന്ന കാര്യം. മനസ്സിലായില്ലേ? മുൻഗാമികളെ തള്ളി പറഞ്ഞുകൊണ്ടല്ല. മുൻഗാമികളെ തള്ളി പറയുക എന്നത് ഒരിക്കലും നമ്മുടെ രീതിയല്ല. എത്രത്തോളം നമുക്ക് തൊട്ടു മുന്നേ കഴിഞ്ഞ മുൻഗാമികളാണെങ്കിൽ പോലും അവർ തൗഹീദിൻ്റെ നന്മയുടെ സുന്നത്തിൻ്റെ ആളുകളാണോ, അവർക്ക് എന്തെങ്കിലും അബദ്ധം പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തും. അബദ്ധം നമ്മൾ സ്വീകരിക്കുകയില്ല, അത് ശരിയാണ്. അവരുടെ തെറ്റ് നമ്മൾ സ്വീകരിക്കുകയില്ല. പക്ഷെ അവരെ ചീത്ത പറയുക, അവരെ മോശം പറയുക, ഇതാണ് നമ്മുടെ രീതി? ഒരിക്കലുമല്ല. നമ്മുടെ നാട്ടിൽ തൗഹീദിന് വേണ്ടി പ്രവർത്തിച്ച മഹാന്മാരായ ആളുകളുണ്ട്. കെ എം മൗലവി റഹിമഹുല്ലാ, ഉമർ മൗലവി റഹിമഹുല്ലാ. എന്താണ് അവരെക്കുറിച്ച് നമ്മൾ പറയുന്നത്? നമ്മൾ അവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തും. ഗഫറല്ലാഹു ലഹും റഹിമഹുമുല്ലാ എന്ന് പറയും. എന്തെങ്കിലും അബദ്ധം പറ്റിയിട്ടുണ്ടോ നമ്മൾ സ്വീകരിക്കുമോ? സ്വീകരിക്കുകയില്ല. അബദ്ധം പറയാൻ സ്വീകരിക്കുകയില്ല. മനുഷ്യരാണ്, അവർക്ക് അബദ്ധം പറ്റും. പക്ഷെ അവരൊക്കെ തള്ളിക്കളെ, അവർക്ക് മോശക്കാരാണ്, പഴച്ചവരാണ് എന്ന് പറയലാണോ നമ്മുടെ രീതി? ഒരിക്കലുമല്ല. തൗഹീദിൻ്റെ സുന്നത്തിൻ്റെ ആളുകളായി അറിയപ്പെട്ടവരാണോ അവരെ സ്നേഹിക്കുകയും അവരുടെ പാതയിൽ പോവുകയും ചെയ്യുക എന്നതാണ് അള്ളാഹുവിനോടുള്ള നന്ദി. അവരോടുള്ള നന്ദികൾ കാണിക്കരുത്. നിലമൊരുക്കി തന്ന ആളുകളാണ്. മനസ്സിലായില്ലേ? തൗഹീദിന് വേണ്ടി പണിയെടുത്ത്, അതിനു വേണ്ടി കല്ലേറ് കൊണ്ട, അതിനുവേണ്ടി കൂക്കുവിളികൾ കേട്ട, ഈ മണ്ണ് പാകപ്പെടുത്തിയ ആളുകളാണ് അള്ളാഹുവിൻ്റെ തൗഫീഖിനാൽ. അതുകൊണ്ട് മുൻഗാമികളുടെ വഴിയിൽ സഞ്ചരിക്കുക എന്നതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ രീതി എന്ന് പറയുന്നത്. അപ്പോൾ നോക്കൂ, ഈ സഅദി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ ഒരു ചുരുക്ക ജീവചരിത്രമാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത്. ഇനി നോക്കൂ, അദ്ദേഹത്തിൻ്റെ കവിതയിലേക്ക് നമ്മൾ കടക്കട്ടെ. ശ്രദ്ധിക്കുക. അദ്ദേഹം പറഞ്ഞു, فيا سائلا عن منهج الحق يبتغي سلوك طريق القوم حقا ويسعد تأمل هداك الله ما قد نظمته تأمل من قد كان للحق يقصد. ഇതാണ് ആമുഖമായി അദ്ദേഹം പറഞ്ഞ രണ്ട് വരികൾ. فيا سائلا عن منهج الحق يبتغي. മൻഹജുൽ ഹഖിനെ കുറിച്ച്, സത്യത്തിൻ്റെ വഴിയെക്കുറിച്ച്, യഥാർത്ഥ മൻഹജിനെ കുറിച്ച് ചോദിക്കുന്ന സഹോദര, യബ്തഗി, അത് നീ ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ടോ? യബ്തഗി, നീ ആഗ്രഹിക്കുന്നു സുലൂക തരീഖിൽ ഖൗം, ഈ വഴിയിൽ നമുക്ക് മുന്നേ കടന്നുപോയ നല്ലവരായ മുൻഗാമികളുടെ തരീഖിൽ, അവരുടെ വഴിയിൽ പ്രവേശിക്കാൻ നീ ആഗ്രഹിക്കുന്നു. ഹഖൻ, ശരിക്കും ആഗ്രഹിക്കുന്നു. വയസ്അദു, അങ്ങനെ സൗഭാഗ്യമടയാനും നീ ആഗ്രഹിക്കുന്നുണ്ടോ? തഅമ്മൽ, നീ ആലോചിക്കുക. ഹദാക്കല്ലാഹ്, അള്ളാഹു നിന്നെ സന്മാർഗത്തിലേക്ക് നയിക്കട്ടെ. മാ ഖദ് നളംതു, ഞാൻ ഈ എഴുതിയ ഈ കവിതകൾ, കവിതയ്ക്ക് നളും എന്ന് പറയും, നളും, ഈ നളും, ഈ കവിത, ഇത് നീ ഒന്ന് നന്നായി ആലോചിക്കുക. തഅമ്മുല, എങ്ങനെയുള്ള ആലോചനയാണ്, എങ്ങനെയുള്ള ഗ്രാഹ്യമാണ് നീ ഗ്രഹിക്കേണ്ടത്? മൻ ഖദ് കാന ലിൽ ഹഖ് യഖ്സിദു, ആരാണോ ഹക്ക് ലക്ഷ്യമാക്കിയിട്ടുള്ളത്, ഹക്ക് കണ്ടെത്തുക, അത് സ്വീകരിക്കുക എന്നതാണ് അവൻ്റെ ലക്ഷ്യം. അങ്ങനെ ലക്ഷ്യമാക്കിയിട്ടുള്ളവൻ ചിന്തിക്കുന്ന ഒരു ചിന്തയുണ്ടല്ലോ, ആ രൂപത്തിൽ നീ ഇത് ചിന്തിക്കുക. സുബ്ഹാനല്ലാഹ്, ഈ രണ്ട് വരികളിൽ അദ്ദേഹം പറയുന്നു, മൻഹജുൽ ഹക്ക് ചോദിക്കുന്നവനെ. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, ഹക്ക് എന്താണ് എന്ന് അന്വേഷിക്കുക എന്നത് ഓരോ മനുഷ്യൻ്റെയും ബാധ്യതയാണ്. അള്ളാഹു കണ്ണും കാതും കൽബുമെല്ലാം നൽകിയിട്ടുണ്ടോ, അത് ബാധ്യതയാണ്. അത് ചോദിക്കണം. എങ്ങനെ ചോദിക്കണം? ആത്മാർത്ഥമായി ചോദിക്കണം. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ഏത് മനുഷ്യരുണ്ടെങ്കിലും, മുസ്ലിമോ മുസ്ലിം അല്ലാത്ത ഒരാളോ ഉണ്ടെങ്കിൽ പോലും ഞാൻ പറയട്ടെ, നീ സത്യം എന്താണെന്നറിയാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ആത്മാർത്ഥമായി നീ ഒന്ന് അള്ളാഹുവിനോട് ചോദിക്കും. ആത്മാർത്ഥമായി, മനസ്സിലൊരു കളങ്കവുമില്ലാതെ, മറ്റൊന്നിനും വേണ്ടിയല്ലാതെ അള്ളാഹുവിനോട് ചോദിക്കൂ. ഇനി നോക്കൂ, അത്ര പ്രാധാന്യമില്ലാത്തൊരു വിഷയത്തിലാണ് രണ്ടുപേർ തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് എങ്കിൽ പോലും നീ ആത്മാർത്ഥമായി അള്ളാഹുവിനോട് നിന്റെ ശരിയായ നിലപാടിലെത്തിക്കാൻ നീ ചോദിക്കൂ. ആത്മാർത്ഥമായി ചോദിക്കണം, അള്ളാഹു സഹായിക്കുമെന്നാണ്. ഇഖ്ലാസ് അതിൽ ഉണ്ടായിരിക്കണം. അദ്ദേഹം പറയുകയാണ്, ആ മുൻഗാമികളുടെ വഴിയിൽ പ്രവേശിക്കാനോ അങ്ങനെ സൗഭാഗ്യമടയാനോ ആഗ്രഹിക്കുന്നുണ്ടോ?
തഅമ്മൽ, നീ ആലോചിക്കുക, ഹദാക്കല്ലാഹ്, അള്ളാഹ് നിനക്ക് ഹിദായത്ത് നൽകട്ടെ. ഇപ്പോൾ നോക്കൂ, സന്മാർഗത്തെക്കുറിച്ച് ചോദിക്കുന്ന ഒരാൾക്ക് വേണ്ടിയുള്ള അദ്ദേഹത്തിൻ്റെ ദുആവും ഈ വരിയിൽ അടങ്ങിയിരിക്കുന്നു. നോക്ക്, നമ്മൾ ദീൻ ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ, ഒരു തർക്ക വിഷയം ഒരാളെ ഉണർത്തുമ്പോൾ പോലും അയാൾക്ക് വേണ്ടിയുള്ള ദുആ സംസാരത്തിൽ ഉൾക്കൊള്ളിക്കുക എന്നത് ആ കാര്യം സ്വീകരിക്കാൻ വളരെ സഹായകമാകും. ഷെയ്ഖ് അബ്ദുർ റസാഖ് അൽ ബദർ ഹഫളഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അനുഭവമായി പറയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ പലരും ചിലപ്പോൾ അത് കേട്ടിട്ടുണ്ടാവും. അദ്ദേഹം ഒരിക്കൽ മസ്ജിദ് നബവിയിൽ നിസ്കരിക്കുകയാണ്. നിസ്കരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് നിസ്കരിച്ച ഒരാൾ എന്ത് ചെയ്യുകയാണ്? സുജൂദിൽ കുറേ സമയം കിടക്കുകയാണ്. ഇമാം സുജൂദിൽ എഴുന്നേറ്റു, പക്ഷെ അദ്ദേഹം സുജൂദിൽ തന്നെ. അപ്പോൾ നിസ്കാരം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തോട് ഈ കാര്യം ഉണർത്താൻ, അങ്ങനെ കിടക്കാൻ പാടില്ലല്ലോ, ഇമാമിനെ പിൻപറ്റണം, ഇമാം ചെയ്താൽ വേഗം ചെയ്യണം, ഇമാമിനെ മറികടക്കാൻ പാടില്ല, പക്ഷേ ഇമാമിൽ നിന്ന് വല്ലാതെ വൈകാനും പാടില്ല. രണ്ടും ഇത്തിബാ അല്ല, രണ്ടും ഇമാമിനെ പിൻപറ്റലല്ല. ഇമാം ചെയ്താൽ വൈകാതെ ഇമാമിൻ്റെ പിന്നാലെ പോകണം. എല്ലാ ചലനങ്ങളിലും, നിസ്കാരത്തിലെ എല്ലാ ചലനങ്ങളിലും ഇമാം സുജൂദിൽ നിന്ന് എഴുന്നേറ്റിട്ട് ആൾ സുജൂദിൽ തന്നെ കുറേ സമയം, അവസാനം അത്തഹിയാത്ത് ഇമാമിൻ്റെ തീരാനാകുമ്പോൾ ആൾ അത്തഹിയാത്തിലിരുന്ന് സലാം വെട്ടി. ഷെയ്ഖ് പറയാം, നിസ്കാരം കഴിഞ്ഞിട്ട് ഞാൻ ആളോട് ഇത് പറയാൻ തുടങ്ങുമ്പോൾ അദ്ദേഹം എൻ്റെ നേരെ ഇങ്ങനെ എതിർപ്പിൻ്റെ ഒരു ഭാവത്തോടെ വന്ന ഉടനെ ഞാൻ പറഞ്ഞു, ഞാൻ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നു, നിങ്ങൾ സുജൂദിൽ എന്തൊക്കെ ദുആ ചെയ്തിട്ടുണ്ടോ അതൊക്കെ അള്ളാഹു സ്വീകരിക്കട്ടെ, പക്ഷേ ഇന്ന് ചെയ്യാൻ പാടില്ല. നിങ്ങളിപ്പോൾ എന്തൊക്കെ ദുആ ചെയ്തോ സുജൂദ് അതൊക്കെ അള്ളാഹു സ്വീകരിക്കട്ടെ എന്ന് ഞാൻ ദുആ ചെയ്യുന്നു അള്ളാഹിനോട്, പക്ഷെ ഇത് ചെയ്യാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇമാമിനെ ഇങ്ങനെ പിൻപറ്റണം എന്നതാണ്. നിങ്ങൾ നോക്കൂ, ആളത് സ്വീകരിച്ചു എന്നാണ്. നിങ്ങൾ നോക്കൂ, ഇങ്ങനെ സംസാരത്തിൽ ഒരാളോട് പറയുമ്പോൾ ഒരു തർക്കം ഉള്ള കാര്യമാണെങ്കിൽ പോലും അയാളുടെ ഹിദായത്തിന് കൊണ്ട് അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ദുആ ചെയ്യാൻ, കേവലം അയാളെ സോപ്പടിക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല, അയാളെ അടുപ്പിക്കുക എന്നത് നമ്മുടെ ലക്ഷ്യമാണ്. പക്ഷേ ആത്മാർത്ഥമായി അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ട് നീ പറഞ്ഞു നോക്കൂ, അള്ളാഹു റബ്ബുൽ ആലമീൻ അതുണ്ടായിരുന്നില്ലെങ്കിൽ നൽകാത്ത ഫലം റബ്ബ് സുബ്ഹാനഹു വ തആല, അതില്ലെങ്കിൽ നൽകുന്നതിനേക്കാൾ വലിയ ഫലം അതുണ്ടായാൽ റബ്ബ് നൽകും. ദുആ ചെയ്തുകൊണ്ട് അദ്ദേഹം പറയുന്നു, ഈ നദം ഇത് നീ ശ്രദ്ധിക്കുകയും ഹക്ക് നീ അന്വേഷിക്കുകയും ചെയ്യുന്നെങ്കിൽ ഇത് നന്നായി പഠിക്കാൻ, ഹക്ക് അന്വേഷിക്കുന്നവൻ്റെ ഒരു ചിന്ത, ആ ചിന്തയോടെ ഇത് മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്യുക. ഇൽമ് പഠിക്കുമ്പോൾ ഇഖ്ലാസ് ഉണ്ടായിരിക്കണം എന്ന പാഠം ഈ 2 വരികളിലുണ്ട്. ഇഖ്ലാസോടെ വേണം നമ്മൾ ഏത് കാര്യത്തിനും ഇറങ്ങാൻ, അള്ളാഹുവിന് വേണ്ടി, മറ്റൊരാൾക്കും വേണ്ടിയല്ല. പ്രത്യേകിച്ച് അറിവ് പഠിക്കുമ്പോൾ. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ തഅല്ലമ അൽ-ഇൽമ ലിയുജാരിയ ബിഹി അൽ-ഉലമാ ഔ ലിയുമാരിയ ബിഹി അസ്-സുഫഹാ ഔ യസ്രിഫ ബിഹി വുജൂഹ അൻ-നാസി ഇലൈഹി അദ്ഖലഹു അല്ലാഹു ജഹന്നം. ആരെങ്കിലും വിജ്ഞാനം തേടിയാൽ, അറിവ് പഠിച്ചാൽ, എന്തിനു വേണ്ടി? പണ്ഡിതന്മാരുടെ കൂടെ ഇരിക്കാൻ, അല്ലെങ്കിൽ വിവരമില്ലാത്തവരോട് തർക്കിക്കാൻ, അതല്ലെങ്കിൽ ജനശ്രദ്ധ തിരിക്കാൻ, തന്നെ ആളുകൾ അറിയണം, പ്രശസ്തിക്കും അതുപോലെ ആളുകൾക്കിടയിൽ അറിയപ്പെടാനും വേണ്ടി ഒരാൾ ദീനി വിജ്ഞാനം പഠിച്ചാൽ അള്ളാഹു അവനെ നരകത്തിൽ പ്രവേശിപ്പിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. കാരണം ഇത് അള്ളാഹുവിന് വേണ്ടി ചെയ്യേണ്ട കാര്യമാണ്. നീ പഠിക്കേണ്ടത് ആർക്ക് വേണ്ടി? അള്ളാഹുവിന് വേണ്ടി. നിന്നിൽ നിന്ന് ജഹൽ അകറ്റുക, അജ്ഞത അകറ്റുക. അതുപോലെ നിനക്ക് ചുറ്റുമുള്ള നിൻ്റെ കുടുംബക്കാരും നിൻ്റെ മക്കളും നിൻ്റെ സുഹൃത്തുക്കളൊക്കെ അവർക്ക് ഖൈർ പഠിപ്പിച്ചു കൊടുക്കുക. ഈ നീയത്തിന് വേണ്ടിയാകണം നീ പഠിക്കേണ്ടത്. അതല്ലാതെ ആളറിയപ്പെടുന്ന ഒരു പണ്ഡിതനാകണം എനിക്ക്, എല്ലാവരും എന്നെ അറിയണം, ഈ ഒരു നീയത്ത് പ്രിയ സഹോദരങ്ങളെ നശിപ്പിച്ചു കളയുന്ന നീയത്താണ്. ആ നീയത്ത് മാറ്റുക, പഠിക്കുക. എൻ്റെ നീയത്ത് എപ്പോഴും മാറിപ്പോകുന്നു, അതുകൊണ്ട് ഞാൻ പഠിക്കാൻ നിൽക്കുന്നില്ല, അങ്ങനെയല്ല. മറിച്ച് ആ നീയത്ത് നീ മാറ്റുക, നീ പഠിക്കുക. പണ്ഡിതന്മാരിൽ ചിലർ പറഞ്ഞത് കാണാം, നമ്മൾ ദീൻ പഠിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ നീയത്തിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നു, പക്ഷേ ആ ദീൻ പഠിച്ചപ്പോൾ ആ ഇൽമു നമ്മെ അറിയിച്ചു, ഇഖ്ലാസോടെ അല്ലാതെ ഇത് തേടിയിട്ട് കാര്യമില്ലായിരുന്നു. നോക്കൂ, ഇൽമു അവരെ ഇഖ്ലാസിലേക്ക് എത്തിച്ചു എന്നാണ്. അതുകൊണ്ട് ഇഖ്ലാസ് എനിക്കില്ല എന്ന് വിചാരിച്ചിട്ട് പഠിക്കാതിരിക്കരുത്. മറിച്ച് നിൻ്റെ മനസ്സിൽ അള്ളാഹുവിനെ മാത്രമാക്കുക, റബ്ബിനു വേണ്ടി മാത്രം ആക്കുക, നിൻ്റെ ലക്ഷ്യം റബ്ബാവുക, എന്നിട്ട് പഠിക്കുക. അള്ളാഹു അതിൽ വലിയ ബറക്കത്ത് ചെയ്യുന്നതാണ്. ഇൻഷാ അള്ളാഹ് ബാക്കി നമുക്ക് വരുന്ന ദർസുകളിലൂടെ മനസ്സിലാക്കാം. റബ്ബ് ഇത് നല്ല നിലക്ക് പൂർത്തീകരിക്കാനും ഇതിൻ്റെ പ്രയോജനപ്രദമായ പാഠങ്ങൾ ജീവിതത്തിൽ ഉൾക്കൊള്ളാനും എന്നെയും നിങ്ങളെയും സഹായിക്കുമാറാകട്ടെ. اللهم ربنا تقبل منا إنك أنت السميع العليم
وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وارحمنا يا أرحم الراحمين. صلى الله وسلم وبارك على عبده ورسوله نبينا محمد وآله وصحبه أجمعين. والسلام عليكم ورحمة الله وبركاته.